കാണണ്ടല്ലേ കാണണ്ടല്ലേ അപ്പൊ നമ്മള് പല രീതിയിലുള്ള സോറിയാസിസുകളും ഉണ്ടാവും. ആ അല്ലേ ഞാൻ സോറിയാസിസ് ഒരു ക്ലാസ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെറുതെ ഞാൻ കണ്ടില്ല. സാറ് മ്യൂട്ട് മ്യൂട്ട് ചെയ്യാം. ഇല്ലേ മുസ്ലിം ആരുമില്ല, നിങ്ങള് കാടിനെ കണ്ടോളൂ. ഞാൻ നിങ്ങള് സ്വയം മ്യൂട്ട് ചെയ്യൂലേ? ഞാൻ മ്യൂട്ട് ചെയ്യണോ? നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി. എന്നാലും ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കോളല്ലേ? ഓക്കെ, നമുക്കറിയാം എന്താണ് സോറിയാസിസ് എന്നൊക്കെ. നമ്മൾ ഒരുപാട് ആളുകളുടെ പല രീതിയിലുള്ള ചൊറിച്ചിലുകളൊക്കെ കാണുന്നതാണ്. അപ്പൊ ആ ചർമ്മ രോഗങ്ങളിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള ശരീരത്തിലെ ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു രോഗമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന ഒരു രോഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാവർക്കും എന്താണ് എല്ലാവരിൽ നിന്നും ഒരു അവഗണന സഹിക്കേണ്ടുന്ന ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ശരീരം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഒരു ചിതമ്പലുകളായിട്ട് ആ, ഒരു രൂപപ്പെട്ടു വരുന്ന അടർന്നിങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. പല രീതിയിൽ അത് കാണുന്നുണ്ട്. അപ്പൊ ചർമ്മ രോഗങ്ങൾ കാണുമ്പോൾ തന്നെ രോഗി എന്ത് ചെയ്യും? ആ രോഗിയില് മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം തളർച്ചയും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ പോലും അവരുടെ മനസ്സെന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. നമുക്ക് അവരുടെ മാറി നിൽക്കാനാണ് തോന്നുന്നത്. സാധാരണ ഈ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരൊക്കെ എന്ത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കാണുന്ന ആളുകളും അവരെ കാണുമ്പോൾ മാറി നിൽക്കുന്ന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് രോഗികളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പല ആരോഗ്യ മാസികകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിനെ പറ്റിയൊക്കെ ലേഖനങ്ങളൊക്കെ പല രീതിയിലുള്ള ലേഖനമൊക്കെ എഴുതിയതാക്കിയിട്ടൊക്കെ നമുക്കറിയാം, കാണുന്നതാണ്. പൂർണ്ണമായും ചികിത്സിച്ച് മാറാൻ കഴിയില്ല, മാറ്റാൻ പറ്റില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറയുന്ന, ഏത് ഡോക്ടർമാരായിക്കോട്ടെ എല്ലാവരും പറയുന്നതും ഒക്കെയാണ്. അപ്പൊ ഈ ഒരു രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം. അപ്പോ ഈ രോഗത്തെ നമുക്ക് എങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ആരോഗ്യ മാസികകളൊക്കെ വന്നിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്കറിയാം. നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാല നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവിടെ നിന്ന് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ. അദ്ദേഹം പറയുന്നത് സോറിയാസിസ് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ത്വക്ക് രോഗമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സയും അതുപോലെ തന്നെ അവരുടെ ജീവിത ചിട്ടകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ശീലിക്കുകയാണെങ്കിൽ ഒരു വിജയകരമായിട്ട് എന്ത് ചെയ്യുക, നിയന്ത്രിച്ച് നിർത്താം. അത് അലോപ്പതി പറയുന്നത് അങ്ങനെ തന്നെ. വിജയകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിയന്ത്രിച്ച് നിർത്താം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ സാധാരണ ആയുർവേദ ആശുപത്രിയിലെ ഒരു ഡോക്ടറല്ല നമുക്കറിയാം. നമ്മുടെ എന്താ പറയാ, കോട്ടക്കൽ ആയുർവേദ ആശുപത്രി എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും മാരകമായിട്ടുള്ള ഒരു രോഗമാണോ ഈ സോറിയാസിസ് എന്നുള്ളത്. എന്നാൽ നമുക്ക് ഈ സോറിയാസിസിനെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുന്ന ചികിത്സകര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അവരെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യുപങ്ചറിസ്റ്റുകളാണ്. ആരാണ്? അക്യുപങ്ചറിസ്റ്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ചികിത്സിച്ച് വളരെ 5000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ എന്ന് നമുക്കറിയാം. പല ഭാഗത്തായി, അതായത് പല ഇടങ്ങളിലായിട്ട് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ചർ എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അക്യുപങ്ചർ ചികിത്സകരാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ ചികിത്സാ രീതി കൊണ്ട് ഇതിനെ വളരെ പെട്ടെന്ന് സുഖപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ രോഗിയുടെ ശരീരത്തിന് യാതൊരു പോറലും ഏൽപ്പിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ലളിതമായിട്ടുള്ള ചികിത്സകളിലൂടെ പ്രത്യേക രീതിയിൽ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ശരിപ്പെടുത്തി കൊണ്ടുവരുന്ന ആ ഒരു ചികിത്സാ രീതിയാണ് എന്തെന്ന് പറയുന്നത് അക്യുപങ്ക്ചർ ചികിത്സ എന്ന് നമുക്കറിയാം.
അപ്പൊ ഇതിന്റെ തിയറി പ്രകാരം എങ്ങനെയൊക്കെ നമുക്ക് സുഖപ്പെടുത്താവുന്നത് ഇപ്പൊ ലോകാരോഗ്യ സംഘടനയാണെന്നെങ്കിലും ഈ ചികിത്സാ രീതി അംഗീകരിച്ചതാണ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അതിന്റെ ഒരു ആധികാരികമായിട്ട് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇത് എവിടുന്നാ വരുന്നത്? സോറ എന്നുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സോറിയാസിസ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം പല വേർഡുകളും ഉണ്ടായിട്ടുള്ളത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിനൊന്ന് മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പൊറ്റൻ എന്നാണ് ഇതിന് പറയുക. അപ്പോ പുരാതന കാലം മുതൽ തന്നെ ഈ രോഗം മനുഷ്യകുലത്തെ ബാധിച്ചിരുന്നു. പക്ഷെ അന്നൊക്കെ ഇത് ഒരു കുഷ്ഠരോഗത്തിന്റെ പരിധിയിലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ആ ധാരണകളൊക്കെ മാറി ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണിതെന്ന് സമാന്തര ചികിത്സ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ഫലപ്രദമായിട്ട് അക്യുപങ്ക്ചർ ചികിത്സയാണ് ഇതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ചർമ്മം, നഖം, സന്ധികൾ അതുപോലുള്ള ഭാഗങ്ങളിലാണ് സോറിയാസിസ് എന്ത് ചെയ്യണം കൂടുതലായിട്ട് ബാധിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ സാധാരണയായിട്ട് സന്ധികൾക്ക് പുറത്തും അതുപോലെ ഇടുപ്പിലും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ചെറുതും വലുതുമായിട്ടുള്ള വെള്ള നിറത്തിലുള്ള പൊറ്റൻ മാറ്റാവുന്ന തരത്തിലുള്ളതായിരിക്കും. ഈ ഭാഗം നഖം കൊണ്ട് ചുരണ്ടുമ്പോൾ ചുരണ്ടുമ്പോൾ എന്ത് ചെയ്യും അവിടുന്ന് രക്തത്തുള്ളികൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഇതിലുള്ള പിക്ചർ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ സോറിയാസിസ് ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രോഗം കൈകാലുകളിലേക്കും അതുപോലെ തന്നെ രോഗം ചില പ്രത്യേക തരം ലക്ഷണങ്ങളിലാണ് പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കൈവെള്ളയിലാണെങ്കിൽ തൊലി എന്ത് കട്ടി കൂടി ചെതുമ്പലുകൾ രൂപപ്പെടുന്നതും ചില അവസരങ്ങൾ ചുവന്ന് തുടുത്ത് പാടുകൾ അതിൽ മഞ്ഞ നിറത്തിലുള്ള ചലം പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യോ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള അറപ്പും വെറുപ്പും നമുക്ക് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു രോഗി, അതായത് ഹോട്ടലിൽ ജോലി എടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ സോറിയാസിസ് ആയിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ പോലും മടിക്കുന്ന അദ്ദേഹത്തിന്റെ കട ഒരുപാട് കാലം പൂട്ടിയിടേണ്ട അവസ്ഥയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു 3 മാസം കൊണ്ട് അതിനെ സുഖപ്പെടുത്തിയെടുക്കാൻ ദൈവത്തിന്റെ അപാരമായ കഴിവിനാൽ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കൈകളിലൊക്കെ കുരുക്കളൊക്കെ ആയിട്ട് ഇതുപോലൊക്കെ കാണുന്ന ആ സോറിയാസിസ് ഉണ്ടല്ലോ ഇതിനെ പറയുന്ന പേരാണ് അക്രോഡർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര്. ഇങ്ങനെ തലയിലും അതുപോലെ തന്നെ കക്ഷത്തിലും നെഞ്ചിലും മാത്രം കാണപ്പെടുന്ന സോറിയാസിസിനെ സെബാസോറിയാസിസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ ബാധിച്ചവരുടെ മുടികൾ എന്ത് ചെയ്യാം കൊഴിഞ്ഞു പോകാറുണ്ട്. ഇതിനെതിരെ പ്രയോഗിക്കുന്ന ഷാമ്പുകളൊക്കെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ഇതുപോലുള്ള രോഗങ്ങൾ. ഇനി പിന്നെ കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന കുട്ടികളിലൊക്കെ തൊണ്ടവേദനക്കും അതുപോലെ പനിക്കും ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം സോറിയാസിസ് പ്രത്യക്ഷപ്പെടാറ്. ഇതാകട്ടെ ശരീരമാസകലം പ്രത്യക്ഷപ്പെട്ട് പൊറ്റൻ പൊളിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിനെയാണ് ബുട്ടാസോറിയാസിസ് എന്ന് പറയുന്നത്. ഇത് തൊണ്ടവേദനയും പനിയും മാറുന്നതോടുകൂടി ചർമ്മരോഗം കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി എത്രയൊക്കെ രീതിയിലൊക്കെയുള്ള സോറിയാസിസ് ഉണ്ട്. അപ്പൊ അക്യുപങ്ക്ചറിൽ എങ്ങനെയാണ് ഇതിനെ സുഖപ്പെടുത്തുക എന്നുള്ളതും അതോടനുബന്ധിച്ച് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഈ രോഗപ്രതിരോധത്തിന്റെ ചുമതല വഹിക്കുന്ന കോശങ്ങളുടെ തകരാറ് കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അക്യുപങ്ക്ചർ സിദ്ധാന്തം അനുസരിച്ച് പഞ്ചഭൂതങ്ങളുടെ ശക്തി ആ ശക്തികളുടെ ഏതെങ്കിലും ഒന്ന് അതാണ് അതിന്റെ മൂലബിന്ദു എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് തടയപ്പെടുമ്പോൾ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അല്ലെ ആ പ്രവർത്തനം എന്ത് ചെയ്യും ബലഹീനമായി തീരും. അപ്പൊ എന്ത് ചെയ്യും ശരീരത്തിൽ കൂടിയ മാലിന്യങ്ങൾ എന്ത് ചെയ്യും പുറന്തള്ളാതെ കെട്ടിക്കിടന്ന് ആണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം രീതിയിലുള്ള ലക്ഷണങ്ങൾ? രോഗബാധിതമായിട്ടുള്ള ചർമ്മം ചുവന്ന് തടിച്ച് വെളുത്ത ശൽക്കകൾ കൊണ്ട് പൊരിയുകയും അതുപോലെ തന്നെ ആ ശൽക്കകളുടെ അടയാളങ്ങൾ എന്ത് ചെയ്യുക ചർമ്മത്തിൽ കാണാൻ കഴിയും. കുട്ടികളിലാണെങ്കിൽ ഇതിന്റെ അടയാളങ്ങൾ കൂടുതലായിട്ട് പ്രകടമായി കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ചർമ്മം വരണ്ട് വെണ്ട് കയറുക എന്നതും അതിലൂടെ രക്തം പൊടിയുന്നതും ചിലരിൽ എന്ത് ചെയ്യണം നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ രോഗം ബാധിച്ച ഭാഗങ്ങളിൽ ചൊറിച്ചിലും നീറ്റലും അനുഭവപ്പെടും. അതുപോലെ രോഗം ഭേദമാവുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ നിലയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം രീതിയിൽ ഈ രോഗങ്ങൾ ഉണ്ടാവാം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. വലത് സൈഡില് ഒരു ചിത്രം നമുക്ക് കാണാം. നമ്മുടെ സ്കിന്നിന്റെ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ലെയർ ആണ് കേട്ടോ അത്. ആ ലെയറുകൾ. അപ്പൊ ചർമ്മത്തിന്റെ മുകൾ ഭാഗമായിട്ട് എപ്പിഡെർമിസിലെ പ്രധാന കോശങ്ങളുടെ കെരാറ്റിനോസൈറ്റുകൾ എന്ന് പറയും. ഇവയുടെ വിഭജനം, വളർച്ച എന്നിവയിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് സോറിയാസിസിന് കാരണമായിട്ട് മാറുന്നത്. എപ്പിഡെർമിസിലെ ഏറ്റവും അടിത്തട്ടിലുള്ള കോശങ്ങൾക്ക് രൂപപരിണാമം സംഭവിച്ചാണ് ഒടുവില് ചർമ്മത്തിന്റെ മുകൾ ഭാഗത്ത് എത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, സാധാരണ നിലയിൽ ഈ മാറ്റങ്ങൾ 3-4 മാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഈ വ്യതിയാനങ്ങൾ 2-3 ദിവസം കൊണ്ട് സംഭവിക്കുമ്പോഴാണ് സോറിയാസിസ് ആയിട്ട് ഇത് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചർമ്മത്തില് ദ്രുതഗതിയിലുള്ള ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടൊരു ഉത്തരം ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതും ഇനിയും കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് പല രീതിയിലുള്ള സയന്റിസ്റ്റുകളും ഇതിന്റെ റിസർച്ചിന്റെ പിന്നിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ വിവിധ ചികിത്സാ രീതികൾ നിലവിലുള്ള നമ്മുടെ രാജ്യത്ത് ഇതിന്റെ കാരണങ്ങൾക്കും പല വ്യത്യസ്ത കാരണങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പാരമ്പര്യമായിട്ട് രോഗം വരാമെന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാം. ഇവിടെ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല ഇതെങ്ങനെ അവർക്കുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാം എന്നൊന്നുമില്ല. എന്നാൽ നമ്മുടെ അടുത്ത് വരുന്ന പല രോഗികളിലും അങ്ങനത്തെ ഒരു കാരണങ്ങളൊന്നും കാണുന്നില്ല. അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇവർക്കുണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു കാരണങ്ങളൊന്നും ഇന്നേ വരെ വന്ന ആളുകളിലൊന്നും നമ്മൾ കാണുന്നില്ല. ഒറ്റപ്പെട്ട ആളുകളിൽ പല ആളുകളിലും ഇത് കാണുന്നുണ്ട്. അവരിൽ നിന്ന് അവരുടെ മക്കളിലേക്ക് ഇത് പകരുന്നതായിട്ടും കാണുന്നില്ല. എന്നാൽ ചില കേസുകളിൽ അങ്ങനെയും കാണുന്നുണ്ട്. പലതും ചില പകർച്ചവ്യാധി പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട്. അത് വളരെ വിരളമായ കേസിൽ മാത്രമാണ് നമുക്കത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പുതിയ വൈറസ്, ബാക്ടീരിയ എന്നിവ കൊണ്ടുണ്ടാവുന്ന പകർച്ചവ്യാധികൾ രോഗസാധ്യത കൂട്ടുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പം മാനസിക സംഘർഷങ്ങളും വർധനയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി, പുകവലി, മദ്യപാനം എന്നിവയും രോഗത്തിന് വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ചോദ്യം നമുക്ക് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഈ മദ്യപാനികൾക്ക് പല രോഗങ്ങളും ഉണ്ടാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾക്ക് പല രോഗങ്ങളും കാണുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന ആളുകൾ പലവരും ഈ മദ്യം കഴിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വലിക്കുന്ന ആളുകളോ അല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ രോഗം കൂട്ടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ രക്തഗ്രൂപ്പ് എല്ലാവരിലും പല ആളുകളിലും പല വ്യത്യസ്തമായ രക്തഗ്രൂപ്പുകളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകളും അവരുടെ ജീവിത രീതിയും അവരുടെ ജീവിത ശൈലിയും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ പല കാര്യങ്ങൾ കൊണ്ടും സാമൂഹികപരമായിട്ടുള്ള ഇടപഴകലുകളും എല്ലാം, വിശ്രമം, ഉറക്കം എന്നുള്ള അവരുടെ വ്യായാമങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് അതനുസരിച്ചൊക്കെ രോഗം പല ആളുകളിലും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കാം എന്നുള്ളത് ഒരു കാരണം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് ഉണ്ടായിക്കോണം എന്നൊന്നുമില്ല. ഇനി സോറിയാസിസ് എന്താണ്? പലതരത്തിലുള്ള സോറിയാസിസിനെ നമുക്ക് കാണാൻ പറ്റും. നോക്കുക, ഈ ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള സോറിയാസിസുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സോറിയാസിസ് പലതരത്തിലും നമുക്ക് കാണപ്പെടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാണ് അവയെ നമ്മൾ എന്ത് ചെയ്യണം, തരംതിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ രോഗത്തിന്റെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ പേരുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവയവങ്ങൾക്കനുസരിച്ച്, അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന അവയവങ്ങളുടെ പേരുകൾക്കനുസരിച്ചാണ് ഓരോ രോഗത്തിന് പേരിട്ട് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സോറിയാസിസിനും പലതരത്തിലുള്ള സോറിയാസിസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സോറിയാസിസ് വൾഗാരിസ് അഥവാ ബ്ലാക്ക് സോറിയാസിസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഈ ഇനം സോറിയാസിസിന് വരാം എന്നുള്ളതാണ്. കൈകള്, അതുപോലെ മുട്ടുകള്, തല, നെറ്റിത്തടം, പുറം എന്നിവിടങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു ചർമ്മ രോഗമാണ്. ചർമ്മം ചുവന്നു തുടുക്കുന്നതോടൊപ്പം വെളുത്ത ശൽക്കകളും കാണപ്പെടുന്ന സോറിയാസിസ് ആണ് ഈ ബ്ലാക്ക് സോറിയാസിസ് എന്ന് പറയുന്നത്. അതുപോലെ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ഒരു പഴുത്ത് കുരുകളാൽ നിറയുന്ന
ഒരു രോഗമാണ് ഈ രോഗം എന്ന് പറയുന്നത്, ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ പനിയും അതുപോലെ തന്നെ ചൊറിച്ചിലും വയറിന്നിങ്ങനെ എന്താ ഡയറിയ, വയറ്റിന്ന് പോക്കും ഒക്കെ ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഇതിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതാണ് ഫ്ലെക്സറൽ സോറിയാസിസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ മടക്കുകളിൽ കാണപ്പെടുന്ന രോഗമാണ് ഇത് എന്നുള്ളതാണ്. അടുത്ത് നോക്കുക, ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ശരീരമാസകലം ചെറിയ കുരുക്കൾ പെട്ടെന്ന് പടരുന്ന ഒരു രോഗമാണ് ഇത് എന്ന് പറയുന്നത്. തൊണ്ടയിലുണ്ടാകുന്ന അണുബാധയെ തുടർന്നാണ് ഗട്ടേറ്റ് സോറിയാസിസ് വരിക എന്നാണ് പറയപ്പെടുന്നത്. യുവാക്കളിലും കുട്ടികളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം സോറിയാസിസ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. പിന്നെ പാമോപ്ലാന്റാർ സോറിയാസിസ് എന്ന് പറയുന്നത് കൈപ്പത്തിയിലും അതുപോലത്തെ കാൽപാദങ്ങളിലും കാണപ്പെടുന്ന ഒരു ഇനമാണ് ഈ ടൈപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം അടുത്ത് സ്കാപ്പ് സോറിയാസിസ് എന്ന തലയില് ചൊറിച്ചിലോട് കൂടിയ വൃത്താകാരത്തിൽ ചുവന്ന തടിപ്പുകളാണ് ഈ സോറിയാസിസിന്റെ പ്രത്യേകത. ഇവയിൽ വെളുത്ത ശൽക്കകൾ കാണപ്പെടുന്നതിനോടൊപ്പം തന്നെ താരനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് താരനല്ല, പ്രത്യേക തരത്തിലുള്ള ഒരു സോറിയാസിസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നെയിൽ സോറിയാസിസ് എന്ന് പറയുന്നത് നഖത്തിൽ അല്ലെ കൈകാലുകളുടെ നഖങ്ങളിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ നഖങ്ങൾ നേരിയ മഞ്ഞ നിറത്തിലാവുകയും അവയുടെ പ്രതലം പരുക്കനാവുന്നതോടൊപ്പം നഖങ്ങൾ വിരലിൽ നിന്ന് അടർന്ന് ശൽക്കകൾ അടിയുന്നതായിട്ട് അതിൻ്റെ ഉള്ളിൽ അടിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നെയിൽ സോറിയാസിസ് എന്ന് പറയുന്നത്. പിന്നെ സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസിൽ ഏറ്റവും മാരകമായിട്ടുള്ള, ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന, രോഗികളെ ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന, എല്ലാം പ്രയാസമുള്ളതാണ്, അതോടൊപ്പം ഏറ്റവും പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സോറിയാസിസ് ആണ് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന സന്ധികളിൽ കർശനമായിട്ടുള്ള വേദനയോടെ ഉണ്ടാക്കുന്ന സോറിയാസിസ് ആണത്. രോഗികളെ ഏറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത്. ശരിയായിട്ട് ഇരിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥ ആണ് ഇതുകൊണ്ടുണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ രോഗത്തിന്റെ വിവിധ രൂപങ്ങളും അവയുടെ കാരണങ്ങളും കണ്ടെത്തിയാലും ആധുനിക വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഇതിന് പൂർണ്ണ ഒരു പരിഹാരം മാർഗമില്ലെന്ന് രോഗികൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ അവർ പല ചികിത്സാ രീതിയിലും പരീക്ഷിച്ച് ആ പരീക്ഷകളൊക്കെ പരാജയപ്പെടുന്നിടത്താണ് അവർ പറയുന്നത് അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ രോഗകാരണം അക്യുപങ്ചറിൽ എങ്ങനെ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ശരീരത്തിലെ ജീവശക്തിയുടെ ശക്തിക്കുറവിന് ഇടയാക്കുന്നത് എന്ന് നമുക്ക് അക്യുപങ്ചർ സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനത്തിലെ തകരാറുണ്ടാവുന്നതാണ് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണം. അപ്പൊ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തന മാന്ദ്യമാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉയർന്നു വരാം, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് മങ്ങലേൽക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം നമ്മൾ കേൾക്കുന്നതാണ്. ഇതിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ ഭക്ഷണം, വായു, ജലം എന്നിവയിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രാസമാലിന്യങ്ങളാണ് ഈ പ്രവർത്തനത്തെ തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓരോ അവയവങ്ങളിലും കാലാകാലങ്ങളായിട്ട് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് ഇതിനൊക്കെ കാരണമായിട്ട് മാറുന്നത്. ഒരു പരിധിവരെ മാലിന്യങ്ങൾ ശരീരം ശേഖരിച്ചു വെക്കാൻ സാധിക്കും എന്നതൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ പുറന്തള്ളാൻ വേണ്ടി ശരീരം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാലിന്യത്തെ പുറത്തേക്ക് കളയാൻ വേണ്ടി എടുക്കുന്ന ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ മരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് ഇത് കൂടാനൊരു കാരണമായിട്ട് മാറുന്നത്. അപ്പൊ ഒരു പരിധി വിടുമ്പോൾ ശരീരം എന്ത് ചെയ്യും, അവയെ പുറന്തള്ളാൻ ശ്രമം നടത്തും. ആ ശ്രമം അപ്പോഴുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് നാം രോഗമായിട്ട് ചിത്രീകരിക്കുന്നതും. ആ ചിത്രീകരിച്ച രോഗങ്ങൾക്ക് തുടർന്നുള്ള രാസമരുന്ന് ചികിത്സ രോഗലക്ഷണം ആയി മാറുകയും രോഗം പൂർണ്ണമായിട്ടും വലിയ രോഗത്തിലേക്ക് എത്താൻ അത് കാരണമായി തീരുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ രോഗങ്ങൾ എന്ത് ചെയ്യുക, രോഗം മാറ്റാൻ ആ മരുന്നുകൾ കൊണ്ട് സാധിക്കുന്നില്ല. അതെന്ത് ചെയ്യും, ഈ രൂപത്തിൽ മാലിന്യങ്ങൾ വീണ്ടും വീണ്ടും അടിഞ്ഞുകൂടാനും അത് ഇതുപോലെ തൊലിപ്പുറത്തിലൂടെ പുറത്തേക്ക് വരാനും കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ രോഗങ്ങൾക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, മരുന്നുകൾ നൽകുന്നത്, രോഗലക്ഷണങ്ങൾക്കല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ രോഗകാരണത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് മാത്രം ചികിത്സ നടത്താനാവില്ല. രോഗനിർണയം കൂടി നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന്റെ ശരിയായ രൂപത്തിലുള്ള ചികിത്സ
ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ 3 തരത്തിലാണ് രോഗനിർണയം നമ്മൾ നടത്തുന്നത്. എങ്ങനെയാണ്? ഒരു രോഗിയെ കുറിച്ച് അക്യുപങ്ക്ചറിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്, പിന്നെ കണ്ടറിയുക എന്നുള്ളത്, അതായത് രോഗിയുടെ ശാരീരിക നില നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത്, പിന്നെ നമ്മൾ സ്പർശിച്ചുകൊണ്ട് രോഗം അകറ്റുക എന്നുള്ള കാര്യം കൂടിയാണ്. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ ആ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാൻ കഴിയും. അതായത് രോഗകാരണത്തെ ഒഴിവാക്കാൻ ഏത് അവയവത്തിന്റെ ബിന്ദുവിനെയാണ് ഉത്തേജിപ്പിക്കേണ്ടത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനുശേഷം ആ ബിന്ദുവിൽ ഉത്തേജനം നൽകുന്ന ആ ഒരു മാർഗം മാത്രമേ നമുക്ക് സ്വീകരിക്കേണ്ടൂ. അതിന് ഉത്തരം 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഒന്നാമത്തത് നമ്മൾ സൂചി കൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, വിരൽ കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ടച്ചിലൂടെ നമുക്ക് ചെയ്യാം, പിന്നെ സൂചി കൊണ്ടും ചെയ്യാം എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരാം പിന്നീട്. അപ്പൊ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള പല സോറിയാസിസ് രോഗങ്ങൾക്കും അക്യുപങ്ക്ചർ ചികിത്സ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കുറഞ്ഞ പോയിന്റുകളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതിനെ തന്നെ ചെയ്യേണ്ട രീതിയും കൂടെ ഉണ്ട്. ഈ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് ചെയ്യേണ്ട ഒരു പ്രവർത്തിപ്പിക്കേണ്ട ഒരു രീതിയും കൂടെ ഉണ്ട്. ആ രീതിയും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പോയിന്റുകളൊക്കെ നമ്മൾ മുന്നേക്ക് പഠിച്ചിട്ടുള്ള പോയിന്റുകളാണെങ്കിൽ കൂടിയിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു രീതിയും കൂടി ഉണ്ട്. ആ രീതിയും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആധികാരികമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്നാമത് സോറിയാസിസ് വൾഗാറിസ്, അതായത് പ്ലാക്ക് സോറിയാസിസ് എന്ന് പറയുന്നത്, ഈ സോറിയാസിസ് ശരീരത്തിൽ ചുവന്ന കളറിൽ കട്ടിയായി കാണപ്പെടുന്നതാണ്. എയർ എലമെന്റ് ആണ് നമുക്കറിയാം. ഫയറും എയറും തമ്മിൽ ഡിസ്ഫങ്ഷൻ ആണ് എന്ന് അക്യുപങ്ക്ചർ സിസ്റ്റം പ്രകാരം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എയർ എലമെന്റ് ഫയർ പോയിന്റ് ആണ് നമ്മൾ സാധാരണ തെരഞ്ഞെടുക്കാറുള്ളതെങ്കിലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, LI2നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ LI2നെ എയറും ഫയറും ഡിസ്ഫങ്ഷൻ ആകുമ്പോൾ എയറിലെ ഫയർ അല്ലെങ്കിൽ ഫയറിലെ എയർ എന്നുള്ള അടിസ്ഥാന തത്വം നമ്മുടെ ആദ്യ ലെവൽ, അക്യുപങ്ക്ചറിന്റെ ആദ്യ ലെവല് നമുക്കറിയാം. മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു അക്യുപങ്ക്ചറിസ്റ്റിന്റെ സ്റ്റേജ് എവിടെയാണ് എന്നുള്ളത് അല്ലെ. ഒരു അക്യുപങ്ക്ചറിസ്റ്റിന്റെ സ്റ്റേജ് ഒരു 4 ഘട്ടം 5 ഘട്ടമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 ഘട്ടമായിട്ട് മാറ്റിയിട്ടുണ്ട്. 5ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അക്യുപങ്ക്ചറിലേക്ക് വരുന്നതിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവൻ ആദ്യമായിട്ട് ഒരു പേഷ്യന്റോ അല്ലെങ്കിൽ അതിനെ പഠിക്കുന്ന അല്ലെങ്കിൽ പേഷ്യന്റിലൂടെ അതിനെ മനസ്സിലാക്കുന്ന ഘട്ടമാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അക്യുപങ്ക്ചർ ചികിത്സയെ കുറിച്ച് അറിയുന്ന ഘട്ടമാണ് അവന്റെ രീതി, അല്ലെങ്കിൽ ആ ചികിത്സയിലേക്ക് വരുന്ന ഘട്ടമാണ്. 2ാമത്തെ ഒരു ഘട്ടം ഉണ്ട്, അതിനെ അറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിയ ശേഷം അക്യുപങ്ക്ചർ പഠിക്കുക എന്നുള്ളത് 2ാമത്തെ സ്റ്റേജിൽ. അപ്പൊ ആ 2ാമത്തെ സ്റ്റേജും നമ്മൾ ഏകദേശം ആളുകളൊക്കെ അത് പൂർത്തീകരിച്ചതാണ്. പിന്നീട് ഒരു 3ാമത്തെ സ്റ്റേജ് ഉണ്ട്. ആ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. അതായത് നമ്മൾ അക്യുപങ്ക്ചർ പഠിച്ച് പോയിന്റുകൾ മനസ്സിലാക്കി അതിൽ കുത്താനും അതുപോലെ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് 2ാമത്തെ സ്റ്റേജിൽ. 3ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ആ പോയിന്റിനെ എങ്ങനെ ഉത്തേജിപ്പിക്കണം ഏത് എന്നുള്ളത് സ്വയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വയം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നതാണ് 3ാമത്തെ ഘട്ടം. ആ 3ാമത്തെ ഘട്ടം, 1ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഒരു രോഗിയായിരിക്കാം, 2ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ആ ചികിത്സ പഠിച്ച ആളായിരിക്കാം, 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഒരു ഹീലർ എന്നുള്ള പദവിയിൽ എത്തി നിൽക്കുന്ന, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടമാണ്. പിന്നെ 4ാമത്തെയും 5ാമത്തെയും ഘട്ടമുണ്ട്. അതിലേക്കാണ് ഒരു ഹീലർ പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം. എങ്ങനെയാണ് അത് മാറേണ്ടത്, 4ാമത്തെ ഘട്ടത്തിലേക്ക് 5ാമത്തെ ഘട്ടത്തിലേക്കും എത്തേണ്ടത് എന്നതിനെ കുറിച്ചും അതിലേക്ക് വഴികൾ എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായാലും 3ാമത്തെ ഘട്ടത്തിന്റെ ഭാഗത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സോറിയാസിസ് വൾഗാറിസ് അഥവാ ബ്ലാക്ക് സോറിയാസിസിനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ LI2 എന്ന് പറയുന്ന മർമ്മം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സുഖപ്പെടുത്താവുന്നതാണെന്നുള്ളതാണ്. ഇനി നമുക്ക് വന്ന ഓരോ കേസിന്റെ ഹിസ്റ്ററിയാണ്. തൽക്കാലം ഞാൻ അതിനെ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് പോവാണ്. അടുത്ത ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ കൈയും അതിന്റെ കാലൊക്കെയാണ് നിങ്ങൾക്ക്, കാലും കൈയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനെ
സാധാരണ അതിൽ നിന്ന് ഞാൻ പോയിട്ട് അടുത്ത പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്ന അതിനുള്ള അക്യുപഞ്ചർ ചികിത്സ പോയിന്റ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യൻ അക്യുപഞ്ചർ തത്വം അനുസരിച്ച് നമുക്ക് തൊലിയിലുണ്ടാവുന്ന പഴുപ്പ് നിറഞ്ഞ അതിശക്തമായിട്ട് വേദനയോടുള്ള ഇത്തരം സോറിയാസിസ് രോഗങ്ങൾക്ക് നമുക്ക് ചികിത്സ ചെയ്യേണ്ടത് LI11 എന്ന് പറയുന്ന പോയിന്റിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. LI11 കൊടുക്കാവുന്ന അതുപോലെ തന്നെ LU9 എന്ന് പറയുന്ന മർമ്മങ്ങളിലും കൂടിയാണ് നമ്മൾ ഇതിന്റെ ചികിത്സ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരുപാട് രോഗികൾക്ക് ഈ പോയിന്റ് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം രോഗങ്ങൾ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഫ്ലെക്സറൽ സോറിയാസിസ് എന്ന് പറയുന്ന ആ സോറിയാസിസ് ഈ ശരീരമടക്കുകളിലൊക്കെ ചുവന്ന അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഇത്തരം സോറിയാസിസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LI2 പോയിന്റ് അല്ലെങ്കിൽ LI2 അതുപോലെ LI11 പോയിന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താം. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പിന്നീട് ഒന്നും കൂടി നമുക്ക് പറയാനുണ്ട്. പിന്നെ പാൾമോപ്ലാന്റർ സോറിയാസിസ് എന്ന് പറയുന്നത് കൈപ്പത്തിയിലും കാൽപാദങ്ങളിലും കാണപ്പെടുന്ന ഇത്തരം സോറിയാസിസ് നമുക്ക് SP9 ആണ് കൊടുക്കേണ്ടത്. SP9 അതുപോലെ തന്നെ LI2 എന്നീ മർമ്മങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താവുന്നത്. പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓരോ രോഗങ്ങളും അതിന്റെ പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ തലയിൽ കാണപ്പെടുന്ന സ്കാപ്പ് സോറിയാസിസ്, തലയിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന ഇത്തരം സോറിയാസിസിന് നമുക്ക് അക്യുപങ്ക്ചർ ചികിത്സ നൽകേണ്ടത് അതിന്റെ കളർ കോഡ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരാം. LI2 കൊടുക്കുക, അതുപോലെ LI11 വരാം. കളർ കോഡിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സുഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നെയിൽ സോറിയാസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നെയിൽ സോറിയാസിസിന് നമുക്ക് നഖത്തിൽ കാണപ്പെടുന്ന ഇത്തരം രോഗങ്ങൾ, നഖം നമുക്കറിയാം വാട്ടറിലായതുകൊണ്ട് തന്നെ അതിന്റെ വാട്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. K7 K2 എന്ന പോയിന്റുകൾ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്തി എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സോറിയാസിസ് എന്ന് പറയുന്നത് ഇതും സന്ധികളിലൊക്കെ കലശമായിട്ടുള്ള വേദനയോട് ഉണ്ടാകുന്ന ഇത്തരം സോറിയാസിസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ രോഗത്തിന് അക്യുപങ്ക്ചർ ചികിത്സ നൽകുന്നതും K7 K2 അതുപോലെ തന്നെ K10 എന്നുള്ള ഒരു മർമ്മത്തെ നമുക്ക് ഉത്തേജിപ്പിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ചില ആളുകൾക്ക് ST25 കൂടി നമുക്ക് കൂടെ കൊടുക്കേണ്ടതായിട്ട് ചില ആളുകളിൽ കാണപ്പെടുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. പോയിന്റ് നോട്ട് ചെയ്തോളൂ. K7 K2 അതുപോലെ തന്നെ ST25 എന്നുള്ളതാണ്. ഇത്തരം രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഈ സോറിയാസിസിനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ള. ഇങ്ങനെ ഏത് വിഭാഗത്തിലുള്ള രോഗികളെയും കണ്ടറിയൽ, കേട്ടറിയൽ, തൊട്ടറിയൽ എന്നീ തത്വം ഉപയോഗിച്ചുകൊണ്ട് അക്യുപങ്ക്ചർ പരിശോധന രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ രോഗങ്ങളെ മനസ്സിലാക്കി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അപൂർവ ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാ അക്യുപങ്ക്ചറിസ്റ്റുകളും ഇതുപോലെ യഥാവിധി രോഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് രോഗം സുഖപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്, കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ ഇത്തരം രോഗികളെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ പെട്ടെന്ന് സുഖപ്പെടുത്താവുന്ന രോഗങ്ങളാണ് സോറിയാസിസ് എന്നുള്ളത്. പക്ഷെ അതിന് പല ആളുകളും പല രീതിയിലായിരിക്കും അതിനെ സമീപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാറ്റങ്ങൾ പല രൂപത്തിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ രോഗങ്ങളെ വളരെ പെട്ടെന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു കാര്യം എന്താണ്, ആ കാര്യം നേരത്തെ പറഞ്ഞു ഇത് പറഞ്ഞിരുന്നാണ്, എന്താ പറഞ്ഞിരുന്നതിന് ഓർമ്മല്ല, എന്താ പുരട്ടാനുള്ള ഒരു സാധനം പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ അക്യൂ വാട്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലെ, അത് ഉപയോഗിക്കാൻ ചില ആളുകൾക്ക് അത് പറ്റില്ല. ചില സോറിയാസിസിന് നമ്മൾ തേക്കുമ്പോൾ എന്ത് ചെയ്യാൻ ചിലപ്പോൾ നന്നായിട്ട് വരണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനത്തെ ആളുകൾ അത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്ക് മാറും. പിന്നെ വേറൊരു സാധനം കൂടി പറഞ്ഞുതരാം. അതും ഒട്ടുമിക്ക ആളുകൾക്ക് അത് മാറ്റം വരും, ചില ആളുകൾക്ക് അതും ഫലിക്കാതെ വരും. അവിടെ നമ്മൾ ചെയ്യേണ്ടതാണ് തേങ്ങാപ്പാൽ. വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ ഓരോ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് പച്ചമഞ്ഞൾ, അതുപോലെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. പാലിലേക്ക് പച്ചമഞ്ഞൾ ചതച്ചിട്ട്, അതോടൊപ്പം തന്നെ എന്താ പേരയുടെ പേര്, കർളകത്തിന്റെ ഇല, കർളായം എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? കർളായത്തിന്റെ
ആ അല്ല അത് ആ ഇലയും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, എണ്ണ കാഴ്ചയെടുക്കുക. എണ്ണ കാഴ്ചയെടുത്തിട്ട് എന്ത് ചെയ്യുക, അത് പുരട്ടി കൊടുക്കും. അത് പുരട്ടി കൊടുക്കുക. അതോടനുബന്ധിച്ച് ഒരു 3 ഇല കർലായത്തിന്റെ 3 ഇല 3 ദിവസം, അല്ലെങ്കിൽ 7 ഇല, ഏഴൊക്കെ കഴിക്കാൻ കഴിയുമോ എന്നറിയില്ല. 3 ഇല രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യുക, കഴിക്കുക. അങ്ങനെ ഒരു 7 ദിവസം ചെയ്തു നോക്കാം. മിക്കവാറും ആളുകളുടെ അതിൽ മാറാറുണ്ട്, മാറിപ്പോവാറുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ആ സാധനം, പലയിടത്തും കാണാൻ പറ്റും. ഉം. അപ്പോ ഇല വേണ്ട ആളുകൾക്ക് ഇല കൊണ്ടുവന്ന് തരണ്ട്. ചെടി ഇല ഇലന്റെ 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 സോറി പറയൂന്ന്. മനസ്സിലായില്ല. ഇലയുടെ പേര് എന്തായിരുന്നു? കർലകം എന്ന് പറയും, കർലായം എന്നൊക്കെ പറയും. പലയിടത്തും പല പേരിൽ അറിയപ്പെടും. എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോ? കർലകം തന്നെ സാറേ. കർലകല. സാർ നമ്മള് യാത്രയിലേ ആ ഇടക്ക് കണ്ടിരുന്ന സാധനല്ലേ സാറ് കാണിച്ചെന്ന്? അല്ലല്ല, അത് അതെന്തായിരുന്നു? എരിക്കാണ്. അത് എരിക്കാം. ഇത് ബ്രസീലിയനൊക്കെ പഴയ ഓക്കെ. കാലത്ത് ഉപയോഗിച്ചിരുന്നു സാറേ. എങ്ങനെ ക്ലാസ്സിലൊന്ന് ബ്രസീലിലൊക്കെ പല ഉപയോഗത്തിലേ കാണാനൊന്ന് കൊണ്ടുവരണം. തങ്ങൾ പറയണ്ട എന്താണ്? ബ്രസീലിയൻസ് പണ്ട് കാലത്ത് പല ഉപയോഗങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. എന്തിനൊക്കെ ഉപയോഗിച്ചത് തങ്ങളെ അറിവ് അത് കിട്ടുന്നു? പൈശാചികമായുള്ള ഉപദ്രവങ്ങൾക്കൊക്കെ അവര് ഇപ്പൊ ഈ കുട്ടികൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഇത് ശരീരത്തിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആണ്. ഉം. ശരി. ഉം. തുണിയിൽ പൊതിഞ്ഞിട്ട്, ആ അതായത് മാനസികപരമായിട്ടുള്ള പേടി പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ ഉള്ള വിശ്വാസം അങ്ങനെ ഉണ്ട് എന്ന് അറിയാം. ശരി. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപയോഗം കൂടി അതിലുണ്ട്. 52 എത്ര ആളുണ്ട്? 52 ആളുകളുണ്ടല്ലേ? അൽഹംദുലില്ലാ, 50 കഴിഞ്ഞല്ലോ. വളരെയധികം സന്തോഷം. ഇലയുടെ പേരെന്താണ്? കർലകം. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇലയുടെ ഫോട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ എല്ലാം ഗൂഗിളിലല്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഇല കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങണം. ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇല എടുത്ത് കൊടുന്ന് കാണിച്ചു തരണമെങ്കിൽ ഞാൻ ഒന്ന് പുറത്തിറങ്ങേണ്ടതുണ്ട്. അതാണ് ബുദ്ധിമുട്ട്. ക്ലാസ്സിലേ ആ ക്ലാസ്സുള്ള ദിവസം ഒന്ന് കൊണ്ടുവരാന്. അന്ന് ക്ലാസ്സുള്ള ദിവസം രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ്, അതായത് 6 മണിക്ക് എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തി ഞാൻ കൊണ്ടുവരാം. അല്ല ഞാൻ കഴിയും. 6 മണിക്ക് വിളിക്കണം. 6 മണി 6:30 വിളിച്ചാൽ മതി. ഓക്കെ. സാറേ പകൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഗ്രൂപ്പിലിട്ടാലും മതി. അത് വിട്ടുതരാം. അത് ഓർമ്മപ്പെടുത്തിയാൽ വിട്ടുതരാം. ഓക്കെ. ഫോട്ടോ വിട്ടുതരാം. സാധനം നേരിട്ട് കൊടുന്നും കാണിച്ചു തരാം. വേണ്ട ആളെടുത്ത് കഴിച്ചും നോക്കാം. ഓക്കെ. ഇനി വേറൊരു സാധനം കൂടി പറഞ്ഞട്ടെ. എന്താണ്? കിട്ടുമോ നോക്കട്ടെ. എവിടെ പോയി ഇത് ഇതാണ് വെച്ച്? സാറേ, ഏതാ? ഇതാണ് സാറേ ഇതാണ് വെച്ചാ അവിടെ ചാറ്റ് ബോക്സിൽ. നോക്കട്ടെ. വരുന്നില്ലല്ലോ, കറങ്ങി കടിക്ക. ഇത് നമ്മള് വെറ്റിലന്റെ ഒക്കെ പോലെ ഉണ്ടല്ലോ. വെറ്റിലിന്റെ പോലെയാണോ വെച്ചാല് നീണ്ട്, ഞാൻ കാണില്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ട്? വെറ്റിലിന്റെ ഒരു ചൊയ തന്നെയാണ് വരുന്നത്. വെറ്റില തന്നെയാണ് കണ്ടാല്. വെറ്റില കുറച്ച് നല്ല പരന്നിട്ടാണ്, ഇത് നീണ്ടിട്ടാണ്. അതല്ല കാണില്ല, ഞാൻ കാണില്ല. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ? ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യോ? ഇപ്പൊ കൊടുത്താ കാണിച്ച ഇല തിപ്പല്ലിയാണ്.
ഇത് സാധനം കാണണ്ട? ഇത് തണ്ടല്ലേ? കണ്ടല്ലേ? ഇല ആണല്ലോ. എന്തോ ഒരു കഷ്ടം. ഇല വീഡിയോ കാണണ്ട. ഓഫായി. ഓഫായി. ചേർന്നൊക്കെ ലൈവായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഉം? വീഡിയോ ഓഫ് ആയിക്കണ്. വീഡിയോ ഓഫായി. വീഡിയോ ഓഫായോ? വീഡിയോ ഓണാണല്ലോ. അത് ആ കാണിക്കുമ്പോ സ്ക്രീന് ഓഫ് ആവാണ്. ആ അതന്നെ. വേറെ വേലിമേലൊക്കെ കാണിക്കും. ഉണ്ടാവും. നോക്കട്ടെ. ആ കുറച്ച് കയ്പുള്ള ഇല കണ്ടിട്ടില്ലേ? കാണില്ല. ആ ഫോട്ടോയില് കണ്ടുള്ളൂ. സാർ ഇപ്പൊ കാണിച്ചത് തമ്മിൽ നല്ല മാറ്റം ഉണ്ടല്ലോ. ആ, ഉണ്ടല്ലോ. നമ്മള് കണ്ടത് നമ്മള് വേറൊരു ഇലയാണ്. അത് പിപ്പല്ലിയാണ്. ഫോട്ടോയില് കണ്ടേ തിപ്പല്ലിന്. ഉം. ഞാനിത് ഒന്ന് നോക്കാട്ടോ. ഓൺലൈനിൽ സെർച്ച് ചെയ്താലും സാധനം കിട്ടും. ചിലപ്പോ ഓൺലൈനിൽ ഓർഡർ കൊടുത്താലും ആമസോണിനൊക്കെ ഓർഡർ കൊടുത്താലും കിട്ടും സാധനം. ഇപ്പൊ ഏത് സാധനം കിട്ടും. ഓർഡർ ചെയ്താലേ. വീട്ടിൽ വന്നാലും കിട്ടുമല്ലേ? ആ നിങ്ങളെ വീട്ടിൽ വീട്ടില് വന്നാലും കിട്ടും. ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പോയി നേരത്തെയായിരുന്നു. ഒരുപാട് പേര് കൊണ്ടുപോകലുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ക്ലിനിക്കിൽ പല ആളുകൾക്കും. ഓക്കെ. അപ്പോ 9 മണി 9 മണി കറക്റ്റ് ആയിട്ട് 1.5 മണി ഒരു 8 to അരമണിക്കൂർ കൊണ്ട് നമ്മളെ ക്ലാസ് കഴിഞ്ഞ്. നീ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്താ വേറെ എന്തോ കാര്യം പറഞ്ഞ? വേറൊന്ന് പറയാന്ന് സാർ പറഞ്ഞില്ല. അപ്പൊ ഈ 3 ഇല കഴിക്കേണ്ടത് 7 ദിവസം കഴിക്കേണ്ടതേ പറഞ്ഞോളൂ. 3 ദിവസം ഈ ഇല 3 ദിവസം നമുക്ക് കഴിക്കാം. ഇതുപോലെ 3 ചവച്ചരച്ച് ദിവസം 7 കഴിക്കാം. ഒരു ദിവസം. കുഴപ്പമില്ല. ഇതെടുത്തിട്ടേ അതേപോലെ ചവച്ചരച്ച് കഴിക്കാം. പ്രശ്നമില്ല. ആദ്യം ഒരു വെറ്റിലിന്റെ ഇത് വരും. പിന്നെ കുറച്ച് കയ്പ് വരും. നല്ല ടേസ്റ്റാ. പിന്നെന്താ ഒരു കാര്യം കൂടി പറയാൻ കരുതിയിരുന്ന? എന്താണ്? ഇത് എവിടെ കിട്ടും സാറേ ഇത്? ഏതാ? ഈ ഇല നമ്മുടെ ഇവിടെ ഒന്നും. അവിടെ കിട്ടൂലേ? കൊറിയർ അയച്ചു തരാം. കിട്ടണില്ലെങ്കിൽ കൊറിയർ അയച്ചു തരാം. ചെടിയാണോ സാറേ? ചെടിയാണോ അതോ വലിയ മരമായിട്ട് വരുന്നതാണോ? ഇല്ല, മരമല്ല, വള്ളിയാ. ഈ തൊടുകളിലൊക്കെ ഉണ്ടാവും നിറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉള്ളടത്ത് ഇങ്ങനെ പടർന്നിട്ട് വള്ളികളായിട്ടുണ്ട്. പൂവുണ്ടോ? അല്ലെങ്കിൽ പൂവും പൂവുണ്ടോ? കായൊന്നും ഞാൻ കണ്ടില്ല. ഞങ്ങൾക്ക് ഒരു സാധനം കൂടി പറഞ്ഞ, ഒറ്റ മിനിറ്റ്. ഇപ്പൊ നമ്മൾ കഫം പോകാൻ വേണ്ടിട്ട് പലതും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അല്ലെ? തലയിലൊക്കെ ഈ സൈനസൈറ്റിസ്, അതുപോലെ ഈ ഭയങ്കരമായിട്ട് തലവേദന മാറുന്നില്ല, മൂക്കിലൊക്കെ കഫം ഇതൊക്കെ കെട്ടി കിടക്കുന്നതാണ്. അപ്പൊ സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന എഴുതി വെച്ചോളൂ കേട്ടോ. ഇപ്പൊ കിട്ടുള്ളൂ. ലാസ്റ്റ് കൊടുക്കാതില്ല. ഇറങ്ങി പോണോലൊക്കെ ഇറങ്ങി പോയിട്ട് കൊടുക്കാതില്ല. ആരും ഇറങ്ങി പോകുന്നില്ല. ആരും പോയില്ല. 2-3 ആൾക്കാർ പോയി. ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ ഉള്ളി, 5 കുരുമുളക്, 21 കടുക്, ചെറിയ കുത്തുന്ന ഉരലുണ്ടല്ലോ, അതിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. 21 കടുക് തന്നെ വേണോ? അത് വേണമെന്നില്ല, ഒരു പിടി എടുത്താൽ മതി. അത് എണ്ണം പറഞ്ഞുള്ളൂ. ന്യായമ കൂടണ്ട. എണ്ണ എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ. ഒരു പിടി എടുത്താൽ മതി. എണ്ണ എടുക്കാൻ ബുദ്ധിമുട്ടേക്കാരം. കഫൊക്കെ പോകാനാണ് സാറേ. കഫം പോകാൻ, കെട്ടിക്കണല്ലേ? തലവേദന, അതുപോലത്തെ തലക്കൊരു ഭാരം, അതൊക്കെ ഒഴിവാകാൻ വേണ്ടിട്ട് നല്ലപോലെ ചതച്ചിട്ട് രാത്രി മൂർധാവിലൊന്ന് പറയാം. ചെരുപ്പ്. ഒന്നുകൂടി പറയാം. ഒരു ചെറിയ ഉള്ളി, ഒറ്റ ചെറിയ ഉള്ളി, ഒരു നുള്ള് കടുക്, പിന്നെ 5 കുരുമുളക്. 5 കുരുമുളക് 5 എടുക്കാൻ പ്രയാസമില്ലല്ലോ. 5 കുരുമുളക് അതെടുക്കുക.
എന്നിട്ട് നല്ലപോലെ ചതക്കുക. കുത്തുന്ന ഉരലുണ്ടല്ലോ ചെറിയ, അതിലിട്ട് നന്നായിട്ട് ചതച്ച് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് ഒന്ന് അരക്കണ്ട, വെള്ളം ചേർക്കണ്ട, തുള്ളി വെള്ളം ഇല്ലാതെ നന്നായിട്ട് ചതച്ചിട്ട് മൂർദാവിലൊന്ന് ഇങ്ങനെ തിരുമ്പി അതിൻ്റെ ഇതൊക്കെ തട്ടിക്കളയാം. ഇത്ര മതി. ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം കിട്ടി നീരൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് നമുക്ക് നന്നായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. ഇത് ഏത് സമയത്ത് രാത്രി ഓക്കെ, റെഡി ആണല്ലോ? അത് ശരിക്കും ഫുള്ളായിട്ട് കേട്ടില്ല സാറേ. ഇനിയും കേട്ടില്ല? ഇല്ലാതെ സ്പീച്ച് മുറിഞ്ഞു പോയി. ഇതാരാ ഈ പറയണ ആള്? അത് ഷെരീഫ ബീവി. അല്ല പഠിച്ചോനെ, എവിടുന്ന് നിങ്ങക്ക് ലിങ്ക് കിട്ടി? എവിടുന്ന് നിങ്ങക്ക് ലിങ്ക് കിട്ടി? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? നിങ്ങളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കലുണ്ടേ. എന്നാ മതി. എന്തല്ല മാഷാ അല്ലാ. അതിന്റെ യൂസ് ഒന്നും കൂടി, ഉപയോഗിക്കൽ എങ്ങനെയാന്ന് ഒന്നും കൂടി ഒന്നിട്ട് പറഞ്ഞുതരും. ഒരു ചെറിയ ഉള്ളി, ഞാൻ 10 എടുത്തു കൊണ്ടുവരണോ? വേണ്ടേ? ചെറിയ ഉള്ളി, 5 കുരുമുളക്, ഒരു ലേശം കടുക്, കുറച്ച് കടുക് എടുക്കുക, 5 കുരുമുളക്, 3 കൂടി എന്ത് ചെയ്യുക, നല്ല പോലെ കുത്തുന്ന ചെറിയ ഉരലുണ്ടല്ലോ, അത് സ്റ്റീലിന്റെ കിട്ടും, ഇപ്പോ പിന്നെ സാധാ കല്ലിന്റെ കിട്ടും. അതിലിട്ടൊന്ന് നല്ലപോലെ ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് അത് എടുത്തിട്ട് തലയിൽ മൂർദാവ് അറിയില്ല നമ്മള്, എന്താ പറയാ, നെറുക്, ആ നെറുകിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ തിരുമ്പി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് തിരുമ്പി കൊടുക്കുക. ബസ് കഴിഞ്ഞ പരിപാടി. രാത്രി ചെയ്യുക. ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുമോ? എല്ലാവർക്കും പറ്റും, ഒരു പ്രശ്നമില്ല. സാറേ ഈ പറഞ്ഞത് സോറിയാസിന്റെ നീരിനാണോ അല്ലെ മൊത്തത്തിൽ ശരീരത്തിൽ നീര് പോവാനാണോ? ഞാൻ തലയില് സോറിയാസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതില് സോറിയാസിസ് കൊണ്ടുവരണ്ട. ഇത് ജലദോഷം പിടിച്ചാലോ? ജലദോഷം, ഇവിടൊക്കെ കഫൊക്കെ പോവാൻ, കെട്ടിക്കിടക്കുന്ന നീര്, ഈ തലയിൽ കെട്ടിക്കിടക്കുന്ന നീര് കാര്യങ്ങളൊക്കെ പോവാൻ, സൈനസൈറ്റിസ്, ഇങ്ങനെ ഇവിടൊക്കെ തലയിലൊക്കെ കെട്ടിക്കിടക്കുന്ന തലക്കൊക്കെ ഒരു ഭാരം, അതൊക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ളതാ. ഇനി അതിനോടനുബന്ധിച്ച് ഒരു സാധനം ഉള്ളിലേക്കും കൂടി കൊടുക്കണം. ലങ്സ് ഇങ്ങനെ ക്ലീൻ ആയിട്ട് പോകും. ലങ്സിലൊക്കെ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കിയാലോ? ചായ ഉണ്ടാക്കുക? താല്പര്യമില്ല തോന്നണ. എന്നാ തലവേദന, സൈനസൈറ്റിസ്, അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും. അത് ലങ്സിൽ കെട്ടിക്കിടക്കുന്ന നീര്, അതുപോലെ തന്നെ ചെന്നിക്കുത്ത്, ഇതൊക്കെ പോകാൻ വേണ്ടിട്ട്. ചെറുനാരങ്ങന്റെ ഒരു 4 ചെറിയ പീസാക്കിയിട്ട് ഒരു 4 കഷ്ണം എടുക്കുക. ചെറുനാരങ്ങ തൊലി അടക്കം എല്ലാം വേണം, തൊലിയും പിന്നെ നീരും ഇതടക്കം എടുക്കുക, 4 പീസ് എടുക്കുക. അതോടൊപ്പം തന്നെ ഒരു വലിയ ഉള്ളിന്റെ ഒരു ചെറിയ കുറഞ്ഞ കഷ്ണങ്ങൾ, ഒരുപാട് വേണ്ട, കുറച്ച് വലിയ ഉള്ളി, ഒന്നൊന്നും വേണ്ട, കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി അതുപോലത്തെ ഒരു 3-4 കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചി ഒരു 3-4 കഷ്ണം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് അരിഞ്ഞിടുക, ഒന്ന് കുത്തിയിടുക ഒക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പാഷൻ ഫ്രൂട്ട് ഇല്ലേ, പാഷൻ ഫ്രൂട്ട് അറിയില്ലേ? ആദ്യമായിട്ട് കേൾക്കാം. എഴുതി വെക്കാണല്ലേ, അതുകൊണ്ടാണ്. അത് 2 രണ്ടെണ്ണത്തിന്റെ ഉള്ളിലുള്ള ഇപ്പൊ കിട്ടും. ഇപ്പൊ മാർക്കറ്റിലൊക്കെ കാണുന്നുണ്ട്, കടകളിലൊക്കെ, ഫ്രൂട്ട്സ് കടയിലൊക്കെ കാണുന്നുണ്ട്. അത് 2 എടുക്കുക. പിന്നെന്ത് ചെയ്യുക, അതിലേക്കൊരു കറുകപ്പട്ടയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. എഴുതി വെച്ചോ? ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളത്തില്, ഒരു ഗ്ലാസ് വെള്ളത്തില് ഇട്ടിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക, ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. ഹലോ ഹലോ, സാറേ, 4 പീസ് ചെറുനാരങ്ങ 4 പീസ് പറഞ്ഞില്ലേ? എന്താ പറയുന്നത്? നിങ്ങളെ വോയിസ് ഇങ്ങനെ കട്ടായി പോവാണ്. എന്റെ വോയിസോ? നിങ്ങളതല്ല, മറ്റേ സൈതലവിയാക്കാന്റെ വോയിസ്. ശരി, എന്റെ വോയിസ് കട്ടായി പോവില്ല. ഞാൻ നെറ്റ് നേരെ കണക്ഷൻ കൊടുത്തു.
ഞാൻ ഒന്നും കൂടി പറയാം. നെറ്റിന്റെ കംപ്ലൈന്റ് ഇതാണ് കുറവാണ്. അവിടുത്തെ നെറ്റിന്റെ കംപ്ലൈന്റ് ആണ്. ആ ഇവിടുത്തെ നെറ്റിന് ആയിക്കോട്ടെ. കംപ്ലൈന്റ് ഉണ്ടാവില്ല. കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിച്ചോളൂ. ഒന്നും കൂടി പറയാം. നല്ല തലവേദന, അതുപോലെ തന്നെ സൈനസൈറ്റിസ്, നല്ല ഉറക്കക്കുറവുള്ള ആൾക്ക് നല്ല ഉറക്കം കിട്ടാന്, അതുപോലത്തെ ലങ്സിൽ ഉണ്ടാകുന്ന നീര്, അപ്പൊ ഈ ചെന്നിക്കുത്ത്, ഇങ്ങനെയുള്ളതൊക്കെ കൂടി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ തലയിലിടണ പറഞ്ഞു, അതോടനുബന്ധിച്ച് ഇതൊന്ന് ഉള്ളിലേക്ക് കൊടുക്കുന്നതാണ്. ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 4 കഷ്ണം ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് 4 കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ അരിഞ്ഞെടുക്കുക. പിന്നെന്താ ചെയ്യുക, ഒരു വലിയ ഉള്ളിൻ്റെതും ഇതുപോലെ കുറച്ച്, ഒരുപാട് വേണ്ട, കുറച്ചൊന്ന് അരിഞ്ഞിട്ടെടുക്കുക. ഒരു ഉള്ളി മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. അപ്പൊ അത്ര വേണ്ട, കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരു 3-4 കഷ്ണം ഇഞ്ചി, ഒരു ഇത്തിരി വലുപ്പത്തിൽ നമ്മളൊരു ഇത്ര വലുപ്പത്തിലൊരു 3-4 കഷ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ട എന്താണ്, വെളുത്ത ഉള്ളി ഒരു 3 എണ്ണം വെളുത്തുള്ളിയുടെ. പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ 2 രണ്ടെണ്ണത്തിന്റെ ഉള്ളിലുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കറുകപ്പട്ട, ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. 10 മിനിറ്റ് തിളച്ചതിന് ശേഷം അത് എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് അതാണ് കുടിക്കുക. ഇതിങ്ങനെ കുടിച്ചാൽ എങ്ങനെ ഇറങ്ങി പോണെങ്ങനെ അറിയാൻ പറ്റും. മൊത്തം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഈ 2 കാര്യം ചെയ്ത് നോക്ക്, മൊത്തം ഇപ്പൊ തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടും. നല്ല ഇതിന് കിട്ടും. ഇത് സാർ എത്ര ദിവസം ചെയ്യണോ? ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയോ? ഒരു പ്രാവശ്യം ചെയ്യുക, പിന്നെ വേണമെങ്കിൽ ഒരു 2-3 ദിവസം ചെയ്യുക. 3 ദിവസം ചെയ്താൽ ഒരാഴ്ച ചെയ്യാൻ പറ്റിയാൽ ഈ മുഖത്തുണ്ടാകുന്ന നീര് കാര്യങ്ങള്, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കുരുകള്, പൈപ്പുകള്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, മുഖത്തൊക്കെ നീര്, ഇതൊക്കെ അങ്ങോട്ട് പോകും. മുഖക്കുരൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അതൊക്കെ അങ്ങോട്ട് പോകും. കാരണം ലങ്സിനെ ഫിൽട്ടർ ചെയ്യുന്നതോടുകൂടി ഇതിങ്ങോട്ട് ഫിനിഷ് ആക്കി കിട്ടും. ഒന്ന് ചോദിച്ചോട്ടെ, ചോദിച്ചോളൂ. പിന്നെ പാഷൻ ഫ്രൂട്ട് ഇല്ലാത്ത സീസണിൽ എന്ത് ചെയ്യും? ഇല്ലാത്ത സീസണിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? സ്കിപ്പ് ചെയ്യുക. അതില്ലാതെ ഉണ്ടാക്കരുത്. അത് മാത്രം അതെ. ഇട്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് പറ്റില്ല. ശരി. അതിലേക്ക് വേണ്ട എല്ലാ മൂലികകളും അതിൽ വേണം. അതില്ലാതെ പറ്റില്ല. അത് പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാ അതെല്ലാം വേണം. അതിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഒന്നും ഒഴിവാക്കിക്കാണ്ട് ആ സാധനം അല്ല. എന്റെ പൾപ്പ് വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് പറ്റില്ല. പറ്റില്ലല്ലേ? പറ്റില്ല. അതിപ്പോ മാർക്കറ്റിലുണ്ട്. ഇപ്പൊ മാർക്കറ്റിലുണ്ട്, അവൈലബിൾ ആണ്. നീർക്കെട്ടൊന്നും ഇല്ലാതെ ഉറക്കം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഞാന് നീർക്കെട്ടൊന്നും ഇല്ലാതെ ഉറക്കത്തിന് മാത്രം, ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കം കിട്ടാനേ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഉറക്കമൊക്കെ കിട്ടാനും നമ്മൾ രാവിലെ നടക്കുന്ന മെഡിറ്റേഷൻ ഉണ്ട്, ആ മെഡിറ്റേഷനിലൊന്ന് കയറുക. ഇനി ഞാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്താ അറിയോ, ഇപ്പൊ ഞാനൊരു നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്നത് ഈ സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ ഓട്ടിസം ഒക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏകദേശം ഒരു 4 രീതിയിലുള്ള തെറാപ്പികൾ ആവശ്യമാണ്. ചില ആളുകൾക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ വന്ന് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പായസ ചലഞ്ച് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 250 രൂപ ഒരു ലിറ്റർ പായസത്തിനെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ, നമ്മളിപ്പോ പല ആളുകളും മെസ്സേജ് ഇട്ട് പായസം വേണ്ട, എന്താ മധുരമാണ്, പാല് വേണ്ട, മധുരം വേണ്ട എന്ന് പറഞ്ഞ ആളെന്നെ പായസം ഇതൊക്കെ എന്തോ ആട്ടെ, അത് നമ്മള് അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് നമ്മെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം. നമുക്കറിയാലോ, അക്യുപങ്ചറിസ്റ്റുകൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ദൈവം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളത്. അപ്പൊ നമ്മള് ഭൂമിയിലുള്ള ആളുകൾ, അശരണരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകൾക്കോട് കരുണ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്.
അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സഹായമാണ്. അപ്പൊ കഴിയുന്ന ആളുകൾ ചെയ്യുക. അതായത് 17-ാം തീയതി വരെയാണ് നമുക്ക് ഡേറ്റ്. അതായത് ഇന്ന് 15, 16, 17 ഉള്ളിൽ പേര് എഴുതി ആ ക്യാഷ് അടച്ച് ആ ഒരു ഗ്രൂപ്പിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുന്ന ആളുകൾ ചെയ്യുക. നമുക്കൊരു 100 ലിറ്ററെങ്കിലും നമ്മൾ കൊടുക്കണമെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോ ഇവിടെ ഒരു 22 23 ലിറ്ററേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഈ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇത്രയും ആളുകളിൽ നിന്ന് പറ്റുന്ന ആളുകൾ അന്നേ ദിവസം വന്നിട്ട് അത് വാങ്ങിക്കൊണ്ട് 24-ാം തീയതി ഞായറാഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ കുറെ ആളുകൾ നമ്മൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാത്ത ആളുകളുണ്ട്. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് കാണാനും അതുപോലെ തന്നെ നേരിട്ട് കാണാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് നേരിട്ട് കാണാനും അപ്പോൾ ഒരു അവസരം കൂടിയാണ്. അതും കൂടി ആ രീതിയിലൊന്ന് പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ അന്ന് വരിക. അന്ന് ഡിഗ്രിയുടെ ബിവോക്കിന്റെ ക്ലാസ് നടക്കുന്ന ദിവസമാണ്. ജസ്റ്റ് ഒന്ന് ആ ക്ലാസ്സിലും വന്നിട്ട് ഇരിക്കുക, പ്രശ്നമൊന്നുമില്ല. അന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇരിക്കുക, പ്രശ്നമല്ല കേട്ടോ. ആ ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം. ഇൻഷാ അള്ളാ പറ്റുന്ന ആളുകൾ വന്ന് അതിന് സഹകരിച്ച് പോകാവുന്നതാണ്. 250 രൂപയുള്ളൂ. അത് 17-ാം തീയതിയുടെ ഉള്ളിൽ അടച്ചിട്ട് അതിന്റെ പേര് കൊടുക്കണം. വന്ന് വേണം. വാങ്ങാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? എത്തൂല എന്നുണ്ടെങ്കിൽ എത്തില്ല എന്ന് അറിയിക്കണം. നാം വേറെ ആരെങ്കിലും കൊടുത്തയക്കുകയോ അവിടെയുള്ള ആളുകൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. കേടെത്തി കളയാൻ പറ്റില്ല, വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നും കൂടി അറിയിക്കാം. അപ്പൊ ഒരു 100 ലിറ്ററെങ്കിലും നിങ്ങൾ ആക്കി തന്ന ഏറ്റവും ഉപകാരമായി. നമ്മളൊരു ആദ്യമായിട്ട് നമ്മളെ അടുത്തേക്ക് വന്ന ഒരു സംരംഭമാണ്. വലിയ ഗുണമാണ് അതുകൊണ്ട്. അവർക്കൊരു ഏക്കർ സ്ഥലം, എത്ര ഏക്കർ സ്ഥലം അതിൽ പറയുന്നുണ്ട്. ഏക്കർ സ്ഥലമായിട്ട് ഫ്രീ ആയിട്ടാണ് ഒരാൾ കൊടുത്തിട്ടുള്ളത്. നല്ല മഞ്ചേരിയിലെ ഏറ്റവും നല്ല കണ്ണായ സ്ഥലം തന്നെ. 1 ഏക്കർ സ്ഥലം കൊടുത്തതിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ കുട്ടികളുടെ അവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞാല് ആ വീട്ടിലെ, ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ആ ചികിത്സ ചെയ്യുന്നതോടൊപ്പം അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുട്ടികൾ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് അക്യുപങ്ചർ ട്രീറ്റ്മെന്റോടും കൊടുത്തോടുകൂടി വന്നത്. അപ്പൊ അങ്ങനത്തെ ആ കുട്ടികളുടെ അവസ്ഥ, ആ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെയധികം പരിതാപകരമായിട്ടുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു 10 വയസ്സിന്റെ ഉള്ളിൽ ഈ പറയുന്ന 4 ട്രീറ്റ്മെന്റുകളും കിട്ടുകയാണെങ്കിൽ നമ്മെ പോലെ കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യുകയും അന്നത്തെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സിൽ, ബിവോക്കിന്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഓഫർ ഉള്ളത്. ഇൻഷാ അള്ളാ കേട്ടോ. 10:30 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 മണിന്റെ മാക്സിമം 1:30-2 മണിയോടുകൂടി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ തന്നെ സാധനം എത്തുന്നതാണ്. എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതുമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് ചിലപ്പോൾ നമ്മളെ ഗ്രൂപ്പ് ഓൺ ആകും. ഇതുപോലെ ഒരു മെഡിറ്റേഷന്റെ ഒരു ഗ്രൂപ്പ് ഓൺ ആവും. ആ ഓൺ ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ, പല ക്ലാസ്സുകളും അതിലിങ്ങനെ നടന്നു വരും. ഒരു 10 മിനിറ്റ് സമയം ക്ലാസ്സും 5 മിനിറ്റ് സമയം ചെറിയൊരു മെഡിറ്റേഷനും ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ പയ്യുന്നത് 5:30 മുതൽ 6 മണിന്റെ ഉള്ളിൽ അവസാനിക്കും. അപ്പൊ അതില് പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ പങ്കെടുത്ത കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് വരും. ഈ രാത്രി ഇപ്പൊ ഇന്നത്തേത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് രാത്രി ക്ലാസ് ആക്കിയ കുറെ പേർക്ക് പങ്കെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇൻഷാ അള്ളാ അങ്ങനെ വേണമെങ്കിൽ രാത്രിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരാൻ പറ്റും നോക്കാം. എല്ലാ ദിവസവും വരാൻ ഭയങ്കര പ്രയാസമാണ്. രാവിലെ എന്തായാലും എല്ലാ ദിവസവും വരുന്നുണ്ട്. ഞാൻ ലൈവില് വരുന്നുണ്ട്. അങ്ങനെ വരാൻ സാധിക്കുന്നപ്പോഴും വരാം ഇൻഷാ അള്ളാ. വേണ്ട ആളുകൾക്ക് ഇതുപോലെ പുതിയ പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളൊക്കെ പങ്ക്ചറിലൂടെയും അതുപോലെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തണം. ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ ചികിത്സാ രീതി എത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇത് സാമ്പത്തികമായിട്ട് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്ത് പോവുക. കുറഞ്ഞ സമയം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള. ആരെങ്കിലും ഒരാൾക്ക് നമ്മളെ കാരണത്താൽ രോഗം മാറിയാൽ, നിങ്ങളെ കാരണത്താൽ, ഞാൻ പറഞ്ഞ ഒരു കാരണത്താൽ അവർക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടുക, ചെറുതായിട്ട് ഒരു മാറ്റം സംഭവിച്ചാൽ അൽഹംദുലില്ലാഹ് ഇവിടെ ഈ ഭൂമിയിൽ എന്ത് കിട്ടുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം നാളെ കിട്ടുമെന്നുള്ള ആ പ്രതീക്ഷ മാത്രമാണ് ഇതിനുള്ളത്. ഇവിടെ ഈ ഭൂമി മൊത്തം നമുക്ക് സ്വന്തമാക്കി തന്നെന്ന് പറയുന്നേക്കാൾ വലിയ ഗുണം നമുക്ക് പരലോകത്ത് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മെനക്കെടുന്നത്. അൽഹംദുലില്ലാഹ് അത് നല്ല നല്ല അറിവുകൾ, ഉപകാരപ്രദമായിട്ടുള്ള അറിവ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നൽകണേ എന്നുള്ളത് അല്ലെ.
ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളൊന്നും നമുക്ക് ഉപകാരപ്പെടണം. പല അറിവുകളും നമുക്ക് എന്താണ് യൂട്യൂബ് എടുത്താലും ഗൂഗിൾ എടുത്താലും ഒക്കെ അറിവുകൾ നമുക്ക് ധാരാളം കിട്ടുന്നു. പക്ഷെ ആ അറിവുകളൊന്നും നമുക്ക് ഉപകാരപ്പെടണമല്ല. ഇങ്ങനെ ഉപകാരപ്പെടുന്ന അറിവുകൾ നമുക്ക് കിട്ടി അത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ അല്ലല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഒരു മാറ്റങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഇതിന് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് 19 പേര് നമ്മളെ ഗ്രൂപ്പിൽ കയറി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. എന്തെല്ലാം അതുകൊണ്ട് രാത്രിയിലെ ക്ലാസ്സുകൾ എല്ലാവരും കയറുമോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാല്ലാ. ഇൻഷാ അല്ലാ ഞാൻ കൊറേ ആയി കയറിയിട്ട്. കുറെ നാളെ ആയി മുതൽ കയറിയിട്ട്. ഇൻഷാ അല്ലാ ഞാനുണ്ടാവും. ഇനി ഞാൻ മെഡിറ്റേഷനിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചില ക്ലാസ്സുകളിലെ ഒരു കാര്യം കാണിച്ചു തരാം. കുറെ ആൾക്കാർ കാണാത്ത ആളുകളുണ്ട്. നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ലൈവായിട്ട് ഒക്കെ ഉണ്ടെന്ന് ക്ലാസ്സിൽ. ഷെരീഫാബിയൊക്കെ അന്നാണ് പോയതാ, പിന്നെ കണ്ടിട്ട് തന്നെയല്ല. അതിന് ഗ്രൂപ്പിൽ ഇതൊന്നും അറിയണില്ലേ? പൈസ അയക്കാനുള്ള ജിപേ നമ്പർ ഇല്ല, മെഡിറ്റേഷന്റെ സമയം അതൊക്കെ കണ്ടില്ല, അതിൽ എങ്ങനെ അതൊക്കെ ആ കേറുകയെന്ന് അറിയില്ല. ഗ്രൂപ്പിൽ അപ്പൊ ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അപ്പൊ കിട്ടും. ചോദിച്ചാൽ മതി. ഇൻഷാല്ലാ ഇൻഷാല്ലാ. കിട്ടാത്തത് ചോദിച്ചു വാങ്ങണം. അറിയാത്തോണ്ടാണല്ലേ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിച്ച കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ല. കരയന്നെ വേണം. നിങ്ങൾക്ക് അതെ. തന്നെ പാല്. ആ ഒരു എണ്ണ പറഞ്ഞില്ലേ സോറിയാസിസിന് തേക്കാനുള്ളത്? എണ്ണ അത് പറഞ്ഞു. സാധാ വട്ടച്ചൊറി അങ്ങനത്തെ ഇതിനൊക്കെ തേക്കാൻ പറ്റുമോ? അതിനൊക്കെ പറ്റും. ചിലതിന് അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യരുത്, ഒഴിവാക്കുക. ഓക്കെ. ഇനിയൊരു സംഭവം കേട്ടോ, നമ്മളിപ്പോ ഇവിടെ അത് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അക്യുപഞ്ചറിന്റെ ഞാൻ പറഞ്ഞല്ലോ 3 തലങ്ങളിലേക്ക് എന്ന് പറഞ്ഞല്ലോ. 3 തലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. നമുക്ക് എവിടേക്ക് എത്തണോ? ഫോർത്തിലേക്കെങ്കിലും എത്തണോ? ഫോർത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടൂല. 5 സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മസാറായി മാറും. അപ്പോ എവിടെയാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ? അപ്പൊ അത് ഇപ്പൊ എംവോക്കിന്റെ ആളുകൾ, എംവോക്കിന് ചേർന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബിവോക്കിന്റെ ആളുകളിലൊക്കെ ഇത് ചെറുതായിട്ട് അവരുടെ ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞൊരു ഭാഗം. അതായത് എനർജി ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാണുന്നുണ്ടോ? അപ്പൊ ഈ ഹീലിംഗിന്റെ പ്രത്യേകത, ഇത് കുറെ ആളുകളൊക്കെ അനുഭവിച്ച ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1-2 ക്ലാസ്സുകളിൽ എടുത്തു. ബിവോക്കിന്റെ ഇതിൽ കുറച്ചൊരു ഭാഗം എടുത്തു. അതുപോലെ തന്നെ എംവോക്കിന്റെ ഇതിലും കുറച്ച് സ്റ്റേജ് എടുത്തിട്ട് അവർക്ക് അതിന്റെ ഫീൽ ചെയ്യിച്ച് കാണിച്ചു കൊടുത്തു. ഫീൽ ചെയ്ത ആളുകൾ ഉണ്ടാവും ഈ ഗ്രൂപ്പിലെന്ന് എനിക്ക് തോന്നുന്നു. ഷോക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവര് ഇത് ചെയ്തിട്ടൊന്നൊരു ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് സേവ് ന്യൂസ് ഉണ്ട്. ഇതില് വോക്കിന്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അതില്ലെങ്കിൽ ഇല്ല എന്ന് പറയണ്ട. ഇന്ന പൊക്കിയൊക്കെ ഒന്നും വേണ്ട, ഞാൻ പൊക്കിയൊക്കാൻ പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് കിട്ടിക്കണമെങ്കിൽ ഇവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കിട്ടിക്കണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞോളി. സന്തോഷമുള്ളൂ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. 2 തലങ്ങളാണ് നമുക്ക് അക്യുപങ്ക്ചറിലുള്ളത്. ഒന്ന് നമുക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കണം. ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാൻ പറ്റണം. അത് അറിയാൻ പറ്റും. അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് അറിയാതിരിക്കാനുള്ള കാരണം നോക്കണം. അപ്പൊ അതിന് കാരണങ്ങൾ ഉണ്ടാവും. പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടപ്പോ നിങ്ങളുടെ മനസ്സെന്താണ്? വളരെ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. മൈൻഡിലെ എംപ്റ്റി യുവർ മൈൻഡ് ബിഫോർ ലേണിംഗ് സംതിങ് ന്യൂ എന്നുള്ളത് നമ്മളെപ്പോഴും കേൾക്കുന്ന വേർഡുകളാണ് ഇതൊക്കെ. നിറകുടം തുളുമ്പില്ല നമ്മൾ പറയാറുണ്ട് അല്ലെ? നിറകുടം തുളുമ്പില്ല. അപ്പൊ നിറഞ്ഞ മനസ്സോട് കൂടിയാണ് ഞാൻ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഈഗോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഒന്നും കയറില്ല.
എനിക്കൊന്നും അറിയില്ല എന്നുള്ള മനോഭാവത്തോടെ ഇരുന്ന്, കാരണം ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ നെഗറ്റീവ് എനർജി റിമൂവൽ എന്നുള്ളത്, ഇത് വലിയ വിഷയം. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിന് കിട്ടും. പിന്നെ നെഗറ്റീവ് എനർജി റിമൂവൽ, അതിന്റെ ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും ഇതിൽ ഓരോ വിഷയം, ഇന്ന് ഞാൻ മെഡിറ്റേഷന്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരുന്നു, ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ആങ്കർ, ഫിയർ, ആങ്സൈറ്റി, സാഡ്നെസ്, നെഗറ്റീവ്, ഈഗോ, കംപ്ലൈന്റ്, ഹാപ്പിനെസ്, ലവ് ആൻഡ് സെൽഫ് ലവ്, അത് കോൺഫിഡന്റ്, കോഓപ്പറേറ്റ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും പല തലങ്ങളുണ്ട് കേട്ടോ. ഇതിനൊക്കെ പല പല രീതികളിൽ ഇപ്പൊ അന്ന് നമുക്കറിയാം, ഒരുപാട് രീതികൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ആ രീതികളൊന്നും എന്തല്ല ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടുന്ന മാർഗങ്ങള ഏതൊക്കെ? EFT, ആക്സസ് ബാർ. ഞാൻ ആരെങ്കിലും പഠിച്ചതിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഒന്നും കൂടി മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് ശരിക്കും നിങ്ങൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ശമനം നിങ്ങൾക്ക് കിട്ടും. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിന്റെ ആന്തരികമായിട്ടുള്ള അതിന്റെ കണക്ഷനെ മനസ്സിലാക്കിയിട്ട് അതിനെ തന്നെ ശരിപ്പെടുത്താൻ പറ്റണം, എന്നെങ്കിലേ മാറുള്ളൂ. ഏത് രോഗത്തിനും അതിന് ആന്തരികമായിട്ടുള്ള ഒരു ഉറവിടം ഉണ്ടാവും. ആ ഉറവിടത്തിൽ പോയിട്ട് അതിനെ ടച്ച് ചെയ്യാതെ ഞങ്ങൾക്ക് ഒരിക്കലും സുഖപ്പെടുത്താൻ സാധ്യമല്ല. താൽക്കാലിക ശമനം കിട്ടും നമുക്ക് എല്ലാത്തിനും. ഇപ്പൊ ഒരാളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് അവർക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടും. ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പൊ ദുഃഖിച്ചിരിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയത്തേക്ക് നമ്മൾ അവരെ മൈൻഡ് ഒന്നാണ് മാറ്റി കൊടുത്താൽ അവർക്കപ്പൊ ആ സമയത്തൊന്ന് മാറ്റം കിട്ടും. പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും അവരതിലേക്ക് പോകാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ് അവരതിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവരുടെ ആന്തരികമായിട്ടുള്ള എനർജിയിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്, അതായത് അവരുടെ ആത്മാവില് എനർജിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. സാധിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ നെഗറ്റീവിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ള. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റാണ് നമുക്ക് എത്രത്തോളം നെഗറ്റീവിനെ നമ്മെ ടെസ്റ്റ് ചെയ്യാനുള്ളതും നമ്മുടെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ. രണ്ട് തലത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റർ, ആ പോസ്റ്റർ കാണുന്നുണ്ടല്ലോ അല്ലെ? നമ്മളൊക്കെ ക്ഷീണിച്ചോ? നിർത്തിയേ? ഓരോരുത്തരിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നിർത്തിയേ? അല്ല, അതും കൂടി പറയേ. ഇതിപ്പോ ഒന്നും തീരൂല പറഞ്ഞാല്, നേരെ ഉൾക്കോളം പറഞ്ഞാൽ തീരൂല, അത് വേറെ വിഷയമാണ്. എന്നാൽ അതിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞിട്ട് ഞാൻ ഇത് മുഴുവനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇത് ലാസ്റ്റുകൾ എത്തുന്നതോട് കൂടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ തൊട്ട് ഉണർത്തി ഫീൽ ചെയ്യിച്ചിട്ട് നിങ്ങളൊരു എന്താ പറയാ, ഒരു ഹീലിംഗ് പവറിലേക്ക്, അതായത് 4ാമത്തെ സ്റ്റേജിലേക്ക് കയറേണ്ട ആദ്യ ഭാഗത്ത് എത്തിക്കാൻ പറ്റും. അത് നേരിട്ട് കിട്ടണം. അതിനെ നേരിട്ട് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അതിൽ 4 തലങ്ങളാണ് ഹീലിംഗിന്റെ 4 തലങ്ങൾ. അതായത് നമ്മൾ അക്യുപങ്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 4 തലത്തേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഒന്ന് സെൽഫ് ഹീലിംഗ്, നമുക്ക് സ്വയം നമ്മൾ ചികിത്സിക്കുക. സെൽഫ് ഹീലിംഗ് ശരിക്കും ആവശ്യമില്ലാത്ത ഒന്നാമത്തെ. രണ്ടാമത്തെ നമ്മൾ മറ്റുള്ള ഒരാളെ ഹീൽ ചെയ്യുക എന്നുള്ള. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സുഖപ്പെടുത്തുക എന്ന് നമ്മൾ കരുതരുത്. സുഖപ്പെടുത്താനുള്ള കഴിവ്, അതായത് നമ്മൾ സബബയാകുന്നുള്ളൂ കാരണക്കാരൻ. അത് ഇന്ത്യൻ അക്യുപങ്ചറിന്റെ പിതാവ് ഡോക്ടർ വസലറാം മസാർ എപ്പോഴും പറയുന്നതാണ്. നമുക്കൊരാളെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവില്ല, പിന്നെ ആരാണ് അവനെ സുഖപ്പെടുത്തുന്നത്? നമ്മൾ അതിന്റെ ഇടയിൽ സബബാണ്. അത് നമുക്കറിയാം. മരുന്നിന് സുഖപ്പെടുത്താനുള്ള കഴിവില്ല, മരുന്ന് നൽകുന്നുണ്ട് എന്നല്ലാതെ അതിന് സുഖപ്പെടുത്താനുള്ള കാരണക്കാരനായി മാറ്റുന്നത് ദൈവം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എനർജികളെയും ഇപ്പൊ നമുക്കറിയാം പല രീതിയിലുള്ള എനർജികളുണ്ട്. ആ എനർജികളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് 2 തരത്തിലാന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകപരമായിട്ടുള്ള ഒരു എനർജിയാണ്. ദൈവം തന്നെയാണ് എല്ലാത്തിനും പഠിച്ചിട്ടുള്ളത്. അതിനെ നന്മയും തിന്മയിലും ഉണ്ട് എനർജി ഉണ്ട്. നല്ലതായിട്ടുള്ള എനർജി ഉണ്ട്, ചീത്തതായിട്ടുള്ള എനർജി ഉണ്ട്. അപ്പൊ 2 എനർജികളുണ്ട്. ആ 2 എനർജിയിൽ നല്ല എനർജിയെ പിൻപറ്റി പോകാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ആ നല്ല എനർജി എങ്ങനെയാണെന്നുള്ളത് നല്ല മനസ്സുള്ള, നല്ല സോള്, അതായത് നല്ല ആത്മാക്കളുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അവർക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനോ അതുപോലെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം, കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല. ഒരു ഓർഡറിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ഈ മൊഡ്യൂൾ ഇങ്ങനെ കാണിച്ചെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പോകും.
അപ്പൊ എനിക്ക് എവിടെ തീർക്കണം എവിടെ പറയണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഒരു തപ്പിത്തരച്ചിൽ വരുന്നത്. ഓക്കെ, സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എനർജിയെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, EFT, ആക്സിസ് ബാർ, പിന്നെ റൈക്ക്, പ്രാണ ഹീലിംഗ്, ഇങ്ങനെ വരുന്ന ഇതായിട്ടുള്ള പിന്നെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റും. പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ അക്യുപങ്ക്ചറിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു ഹീലിംഗ് പ്രോസസ്സുകളുണ്ട്. ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്യുപങ്ക്ചറിൽ ചെയ്യുന്ന ഞാനാണെന്നുള്ള ഈഗോ, ഇപ്പൊ കണ്ടില്ല അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈഗോ, നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഈഗോ നമ്മുടെ മനസ്സിലുണ്ടായത്, ഇത് ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അതിനെ സുഖപ്പെടുത്തുന്ന ചിന്ത അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് ദൈവത്തിൽ നിന്ന് നമ്മൾ സബബായിട്ടാണ് ആ രോഗം സുഖപ്പെടുത്തുന്നതെന്നുള്ള ആ ഒരു ചിന്തയെ നമുക്ക് അവിടെ വരാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ 4 തലങ്ങളാണ് ട്രീറ്റ്മെന്റിന്റെ തലങ്ങൾ. ഒന്ന് സെൽഫ് ഹീലിംഗ്, സ്വന്തം രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള ഒരു തലമുണ്ട്. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ. അപ്പൊ സ്വന്തം ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ടും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് അവൻ ഒരു ഹീലറും ഹീലിംഗ് കൂടി ഒരുമിച്ചാവുക എന്നുള്ളത് ഈ പ്രകൃതിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ സ്വയം എന്ത് ചെയ്യുക, ഹീൽ ചെയ്തിട്ട് മാറ്റാവുന്നതും ആണ് എന്നുള്ള 2 തലങ്ങളാണ് അതിലുള്ളത്. അത് ഞാൻ തൽക്കാലം വിടുന്നു. പിന്നെ മറ്റുള്ളവരെ ചികിത്സിക്കുക. മറ്റുള്ളവരെ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ അവരെക്കാൾ കൂടുതൽ പോസിറ്റീവിലായിരിക്കണം, അവരെക്കാൾ കൂടുതൽ എനർജി ഉള്ള. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എനർജി ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന അക്യുപങ്ക്ചറിൽ നമ്മൾ വരുമ്പോൾ ആദ്യം പഠിക്കുന്ന വാക്ക് തന്നെയാണ് എനർജി. എന്താണ് എനർജി? എനർജി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനർജി എന്താണ്? എന്താ എനർജി? ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എനർജി എന്ന് പറഞ്ഞതാണ്. എന്താണ് എനർജി? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വസ്തുവേ അല്ല. പിന്നെ എനർജി എന്ത് ചെയ്യാൻ, എനർജിയെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലാതെ എനർജി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുന്നത്. നോക്കുക, വാട്ടർ, വെള്ളം ഒരു എനർജിയാണ് അല്ലെ? ആ വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. ആ എനർജിയെ മാറ്റാൻ പറ്റും. ആവിയാക്കി മാറ്റാൻ പറ്റും, നീരാവിയാക്കി മാറ്റാം, വായു ആക്കിയാൽ നമുക്ക് മാറ്റാൻ പറ്റും, വായു എനർജി ആക്കി മാറ്റാൻ പറ്റും. അത് എനർജി ചേഞ്ച് ചെയ്യാനേ പറ്റൂല, എനർജി ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ എല്ലാ വസ്തുക്കളിലും എനർജി ഉണ്ട്, നമ്മളിലും എനർജി ഉണ്ട്, ഈ പ്രപഞ്ചത്തിന് ജീവൻ ഉള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ എനർജി ഉണ്ട്. എല്ലാ വസ്തു ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും എനർജി. ആ എനർജിയെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ എനർജിയെ ഒരാളെ ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളെ ഹീൽ ചെയ്യാം. അത് 4 രീതിയിലെ ഹീലിംഗ് നടക്കുക. അപ്പൊ മറ്റൊരാളെ ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവനെന്തായിരിക്കണം, അവനേക്കാൾ ഈ ഹീലിയേക്കാൾ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ആ പോസിറ്റീവ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെക്കാണ്. ഞാൻ എത്രത്തോളം പോസിറ്റീവ് ആണ് എന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. 1, 2, 3, 4, 5 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ആങ്കർ, എത്രത്തോളം എനിക്ക് ദേഷ്യമുണ്ട്, എൻ്റെ ദേഷ്യം എത്രത്തോളം അധികരിച്ചിട്ടുള്ളതാണ് ഓരോ കാര്യത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എൻ്റെ ദേഷ്യത്തിന് എനിക്ക് എത്ര മാർക്ക് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോന്നിനും ഫിയർ, അതുപോലെ തന്നെ എൻ്റെ പേടി, ഓരോ കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ ആ ഒരു പേടിയെ എനിക്ക് എത്രത്തോളം മാർക്ക് ചെയ്യാം. എൻ്റെ പേടി ഇത് 0 എന്നുള്ളതില്ല. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള മാർക്ക് സ്വയം കൊടുക്കുക. മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള, സ്വന്തം മനസ്സിലാക്കിയിട്ട് അതിന് മാറ്റങ്ങൾ വരുത്താനും ഉള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ മാർക്ക് ചെയ്ത് ഇതിനെ മൊത്തത്തിൽ കൂട്ടിയെടുത്തിട്ട് ഈ 7 കാര്യങ്ങളെ 7 നെഗറ്റീവിന്റെ മാർക്കിട്ട് 7 നെഗറ്റീവുകളും കൂട്ടിയിട്ട് 7 പോസിറ്റീവുകളും നമ്മൾ എത്രത്തോളം ഈ 7 പോസിറ്റീവുകൾ ഉണ്ട് അതിനെ കൂട്ടിയിട്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്താൽ ഏതാണ് കൂടുതൽ കുറവ്, നമ്മൾ പോസിറ്റീവ് ആണോ കൂടുതൽ, നെഗറ്റീവ് ആണോ കൂടുതൽ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ആ പോസിറ്റീവ് മറ്റുള്ള ഹീൽ ചെയ്യുന്ന ഹീലിയേക്കാൾ കൂടുതൽ ഇതിൽ നമുക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവരിലേക്ക് എഫക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. അതുപോലെ തന്നെ അത് അവർ സ്വീകരിക്കാൻ കൂടി തയ്യാറാകുമ്പോഴാണ് അത് പരിപൂർണമാകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ആങ്കർ, ദേഷ്യത്തെ നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം കൊണ്ട്, ദേഷ്യം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മറികടക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേഷ്യത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയാണെങ്കിൽ, ഇപ്പൊ ദേഷ്യത്തെ ഞാൻ ഒരിക്കൽ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേഷന്റെ ക്ലാസ്സിലും അല്ലാത്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ദേഷ്യം ഉണ്ടാവും, അത് പ്രകടിപ്പിക്കേണ്ട അവസരവും വരും. ആ വരുന്ന സമയത്ത് നമ്മുടെ മുഖഭാവം മാറാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ ഒരാളോട് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ആ ആളോടും എന്തുണ്ടാവും, ആ ആളുകളുടെ ഇടയിൽ ഈ ആളൊന്ന് ചെറുതായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണോ, ആ ആളെ
ആ സമൂഹ അല്ലെങ്കിൽ ആ ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാതെ അദ്ദേഹത്തോട് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക എന്നുള്ളത്. പറയാനുള്ള കാര്യത്തിൽ ചിരിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണത്. ചിരിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യപ്പെടാൻ കഴിയാന്നുള്ളത്. ഓക്കെ. അപ്പൊ കാര്യം പറയലും അല്ലെങ്കിൽ ആ ദേഷ്യം നമ്മുടെ മനസ്സിലിരുന്ന അവരെ അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ദേഷ്യം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നെഗറ്റീവുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മെയാണ് ബാധിക്കുന്നത്. അതിൽ നിന്ന് മറ്റുള്ളവരിലേക്കല്ല അത് ഏൽക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ അതിനെ നേരെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള കുറേ മാർഗങ്ങളുണ്ട്. ഞാനിന്നിപ്പോ കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമല്ല, വളരെയധികം വൈകിയിട്ടുണ്ട്. എത്രയായി സമയം? 9:40. 10 മണിക്ക് നിർബന്ധമായിട്ടും ഓരോ ഹീലറും കിടന്നിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 10 മണിന്റെ അപ്പുറത്തേക്ക് 10.1 വരെ ആവാതെ കിടക്കാൻ വേണ്ടി ശ്രമിക്കും. 9 മണി നമ്മൾ പറയാറില്ലെങ്കിൽ 10 മണിക്കെങ്കിലും നമ്മൾ കിടന്നിരിക്കുക എന്നുള്ളത് ഒരു നിബന്ധനയായിട്ട് നമുക്ക് ഏറ്റെടുക്കണം. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു ക്ലാസ്, നേരിട്ടുള്ള ഒരു ക്ലാസ് വരുന്നുണ്ട്. അത് വേണ്ട ആളുകൾക്ക് നേരിട്ടുള്ള ക്ലാസ്സിൽ പങ്കെടുത്തെങ്കിൽ ഇതിന്റെ ഫീൽ ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. കുറച്ചൊരു ഇതുള്ള ക്ലാസ് ആണ്. അന്ന് നമ്മൾ പറയാം, ഇത് കുറച്ചൊരു ഇതുള്ള ക്ലാസ് ആണ്. അത് നേരിട്ടുള്ള ക്ലാസ്സുകളൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ പങ്കെടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ബാക്കിയുള്ള സൗജന്യമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇനി വേറെ സംഭവങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുന്ന പല സംഭവങ്ങളുണ്ട് ഇവിടെ. മൈനസ് ചെയ്ത് എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് നെഗറ്റീവും മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് നെഗറ്റീവും കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കറിയില്ല ഏതാ കൂടുതൽ എന്നുള്ളത്. മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഏതാണ്? നെഗറ്റീവ് ആണോ കൂടുതൽ പോസിറ്റീവ് ആണോ? നമുക്ക് നെഗറ്റീവ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ നെഗറ്റീവിലാണ്, പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ്. മനസ്സിലായില്ല? പോസിറ്റീവ് ആണ് നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെഗറ്റീവ് ആണ് കൂടുതലെങ്കിൽ ഏതെല്ലാമാണ് നെഗറ്റീവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ആ നെഗറ്റീവിനെ മറികടക്കാൻ അതിനെ നേരെ പുറത്തുള്ളതിന് എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരണം. അതിന് കുറച്ച് വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട ഈഗോനെ ഒഴിവാക്കാന്ന്. ഈഗോ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും നമ്മൾ സമർപ്പിക്കുക എന്നുള്ള സമർപ്പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ദൈവികപരമായിട്ടുള്ള ഒരു കഴിവ്, ദൈവമാണ് നമ്മൾ സൃഷ്ടിച്ചുള്ളത്. ആ ദൈവത്തിന്റെ കഴിവ് തന്നെയാണ്, ദൈവത്തിന്റെ അസ്തിത്വമാണ് നമ്മിലുള്ളത്. അതായത് ദൈവമാണ് നമ്മൾ ഒന്നുമല്ലായ്മയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ, ആ കഴിവിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ ഒന്നുമല്ലായ്മയിൽ നിന്ന് ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുമല്ലാതെ നമ്മൾ ആയിത്തീരുന്നുണ്ടെങ്കിൽ, ആ ഒരു ആത്മാവായിട്ട് മാത്രമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അതായത് മരിക്കുന്നതോടു കൂടി ആത്മാവിനെ വേർപെടുത്തി ആ ശരീരം ഒന്നുമല്ലാതായി പോകുന്നതാണ്. അപ്പൊ ഒന്നുമില്ലാതിൽ നിന്ന് ഒരു ആത്മാവിനെ ആ ശരീരത്തിലേക്ക് കൊടുത്ത് അതിനെ ജീവൻ വെപ്പിച്ച്, ജീവനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനനവും മരണവും തമ്മിലുള്ള കാര്യങ്ങൾ, അത് ഇന്റേണൽ ലൈഫ് എനർജി, എക്സ്റ്റേണൽ ലൈഫ് എനർജി, അതൊക്കെ ഇതിൽ വിശദമായിട്ട് വരുന്നുണ്ട്. ഒരു ദിവസം പോരാ, ശരിക്കും 2 ദിവസത്തെ ക്ലാസ് വേണം. ഒരു ദിവസം കൂടെ നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ജനനവും മരണം, അപ്പൊ ഇന്റേണൽ ലൈഫ് എനർജിയും എക്സ്റ്റേണൽ ലൈഫ് എനർജി, 2 ലൈഫ് എനർജി. അപ്പൊ ഇന്റേണൽ ലൈഫ് അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, ഡിപ്ലോമയിൽ ആദ്യം പഠിക്കുന്നത്. അപ്പൊ ഇന്റേണൽ ലൈഫ് എനർജി, എക്സ്റ്റേണൽ ലൈഫ് എനർജി. ഇന്റേണൽ ലൈഫ് എനർജി എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ജീവൻ ഉണ്ടാകുന്ന സമയത്ത്, അതായത് അണ്ടവും ബീജവും തമ്മിൽ സംയോജിക്കുന്ന സൈക്കോട്ട് എന്ന് പറയുന്ന സമയത്താണ് ഇന്റേണൽ ലൈഫ് എനർജി വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരുന്ന പ്രസവം മൂലം പുറത്തേക്ക് വന്ന് പൊക്കിൽ കൂടി ബന്ധം വിച്ഛേദിക്കുന്നതോടെ എക്സ്റ്റേണൽ ലൈഫ് എനർജി ആക്ടിവേറ്റ് ആയി. അതോടുകൂടി ഇന്റേണൽ ലൈഫ് എനർജി അവിടെ നിന്ന്, ആ ഇന്റേണൽ ലൈഫ് എനർജി അവിടെ ഉള്ളിലിരിക്കുന്നത്, അതാണ് ആത്മാവായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത്, എനർജിയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ആ കണക്ഷനെയാണ് തൊട്ട് ഉണർത്തേണ്ടത്. അപ്പൊ എക്സ്റ്റേണൽ ലൈഫ് എനർജി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭക്ഷണം, വെള്ളം, വായു, അത് കോസ്മിക് എനർജി, ഇത് കിട്ടുന്നതിനനുസരിച്ച് എക്സ്റ്റേണൽ ലൈഫ് എനർജി ഇങ്ങനെ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് പഞ്ചഭൂതങ്ങൾക്കനുസരിച്ച് അതിന് വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും അതിനെ ത്വരിതപ്പെടുത്താനും അതിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രോഗഗതികളൊക്കെ ഉണ്ടാകും.
അപ്പൊ അതിനെയാണ് നമ്മൾ അക്യുപങ്ചറിൽ എന്ത് ചെയ്യുക, നീഡിൽ കൊണ്ടുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റേണൽ ലൈഫ് എനർജിയെ തൊട്ടുണർത്തുന്നത് 5ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. 5ാമത്തെ സ്റ്റേജിൽ ഒരു അക്യുപഞ്ചറിസ്റ്റ് കയറുന്ന സമയത്ത്, അതായത് 4ാമത്തെ സ്റ്റേജ് മുതൽ 4ാമത്തെ സ്റ്റേജ് പടിപടിയായിട്ട് നമ്മൾ കയറുന്നു. കയറുന്ന ആ പടിയിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ എന്തെന്ന് പറയുന്നത്, നമ്മുടെ എനർജിയുടെ ലെവല് മാറുന്നത്. അതായത് ട്രീറ്റ്മെന്റിന്റെ ലെവലും അത് ഫീൽ ചെയ്യുന്ന ആ പ്രപഞ്ചത്തിൽ. മെഡിറ്റേഷന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, എന്താണ്, ഒരു രാത്രിയിൽ, ഇപ്പൊ ഈ രാത്രി സമയത്ത് ഇരുട്ടുള്ള സ്ഥലത്ത്, വെളിച്ചില്ലാത്ത സ്ഥലത്ത് ഒരു ട്യൂബ് കത്തിച്ച് വെച്ചാൽ അവിടെ ഈ പ്രകാശം, ആ പ്രകാശത്തിലേക്ക് ഒരുപാട് എന്ത് ചെയ്യാം, പ്രാണികൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ആ പ്രാണികൾ ഇങ്ങനെ വരുന്നതോട് കൂടി എന്ത് ചെയ്യണം, ഈ പ്രാണികൾ ഈ ഊർജത്തെ ആഗിരണം ചെയ്യണം. ആഗിരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന, അവരവിടെ തന്നെ ഹോമിക്കപ്പെടുന്നുണ്ട്. ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അല്ലെ, അവരുടെ ശരീരത്തെ എന്ത് ചെയ്യണം, അവിടെ തീരാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ നമ്മളൊരു എനർജിയുടെ ഒരു ലെവലായി മാറണമെങ്കിൽ, എങ്ങനെ എനർജിയുടെ ലെവല്, അതായത് നമ്മൾ സറണ്ടർ ചെയ്ത് ദൈവികപരമായിട്ടുള്ള ദൈവത്തിന്റെ എനർജി, അതായത് ഏറ്റവും എനർജിയുടെ ടോപ്പ് ലെവല്. ഇപ്പൊ ഇന്ത്യൻ അക്യുപങ്ചറിന്റെ പിതാവ് ഡോക്ടർ ഫസൽവ സാർ നമുക്ക് അതിനൊരു മാതൃകയാണ്. ആ ഒരു എനർജിയുടെ ലെവൽ, ആ ഫീലിംഗ് നമ്മുടെ ഫസ്റ്റ് സമയത്തൊക്കെ സാറ് ക്ലാസ്സിൽ വരുന്ന സമയത്ത്, ബിസ്മില്ലയിൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്തതാണ്. അവിടെ ഒരു പ്രത്യേക ഒരു ഇത് പറയുന്നത് ഓറ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഫീലിംഗ് അതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഫീൽ ചെയ്യും. ആ ആളുകൾക്ക് മൊത്തം ഒന്ന് ഹീൽ ചെയ്യും. അതായത് ഒരു ട്യൂബ്, ആ ട്യൂബിന് എനർജി ഉണ്ടെങ്കിൽ ആ എനർജിയിലേക്ക് ആളുകൾ എന്താ പറയാ, പ്രാണികൾ ആകർഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന എനർജിയെ പോലെ ഒരു വ്യക്തി എനർജൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു വ്യക്തി എനർജീസ് ആയിട്ട് മാറും, എനർജി ആയിട്ട് മാറും, രൂപപ്പെടും. എല്ലാവരിലും എനർജി ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. അത് അവനിലേക്കുള്ള ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ട് ഈ പോസിറ്റീവ് ഇല്ലാതായി തീരും. അപ്പൊ ഈ നെഗറ്റീവുകളെ മുഴുവൻ റിമൂവ് ചെയ്താൽ ഇവൻ പോസിറ്റീവ് എനർജി ആയി മാറും. അപ്പൊ അവന്റെ ആ പോസിറ്റീവ് എനർജിയെ ഈ നെഗറ്റീവ് ഉള്ള ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ ആകർഷിക്കും. അതാണ് ആ പേഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവരുടെ നെഗറ്റീവുകൾ ഇവിടെ വന്നിട്ട് എരിഞ്ഞടങ്ങും. അതോടുകൂടി ഇവന്റെ പോസിറ്റീവ് അവരിലേക്ക് പോകില്ല ഒരിക്കലും. ഒരു ട്യൂബ് കത്തുന്നുണ്ടെങ്കിൽ ആ കത്തുന്നതിലേക്ക് വൈദ്യുതോർജം വന്നിട്ടത് പ്രകാശോർജമായിട്ട് മാറുന്നത് എങ്ങനെ, ആ പ്രകാശോർജമായി മാറുന്നുണ്ടെങ്കിൽ അതിന് നേരെ ട്രാൻസ്ഫോമറിന് എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താ പറയാ 230 വോൾട്ട് അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ആ വന്നുകൊണ്ടിരിക്കുന്ന 230 വോൾട്ടിന് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിലേക്ക് എവിടുന്ന എനർജി വരുന്നത്, ട്രാൻസ്ഫോമറിന്റെ അത് പവർ സ്റ്റേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ ഏറ്റവും ടോപ്പ് ലെവലിലെ എനർജി അവിടെ നിലക്കുന്നത്. അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ടോപ്പ് എനർജിയുടെ സോഴ്സ് ആണ്, ഉറവിടമാണ്, ദൈവത്തിന്റെ സത്യമാണ്. ആ എനർജിയിൽ നിന്ന് നമുക്ക് എനർജി വന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവും മാത്രം ആഗിരണം ചെയ്തുകൊണ്ടേയിരിക്കും ശരീരം. അതായത് അവൻ പോസിറ്റീവ് ആകുമ്പോൾ അവന്റെ നെഗറ്റീവുകളൊക്കെ മാറ്റാൻ കഴിവുണ്ടെങ്കിൽ, മാറ്റി നിർത്താൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ, അവന്റെ ഈഗോ, നേരത്തെ കൊണ്ട് അവന്റെ പേടി, അവന്റെ എല്ലാം, അവന്റെ ആങ്സൈറ്റി, ഇതിനൊക്കെ അവർക്ക് മാറ്റി മറികടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവൻ മാത്രം പോസിറ്റീവ് മാത്രം നിലനിൽക്കുമ്പോൾ അവൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാവും. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഏറ്റവും ശക്തൻ മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനെ ഏറ്റവും പവർഫുൾ ആയിട്ടിരിക്കാൻ പറ്റും. ആ മനുഷ്യൻ ഏറ്റവും പവർഫുൾ ആയാലോ ഈ പ്രപഞ്ചത്തിലെ ഏത് ജീവികൾക്ക് എന്ത് ചെയ്യും, അത് പ്രകാശമായിട്ട് മാറും, എനർജി ആയിട്ട് മാറും. അപ്പൊ അതിനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് 5ാമത്തെ ഘട്ടം. 4ാമത്തെ തുടങ്ങുന്ന ഘട്ടം. അതിന് തുടങ്ങുന്നത് ഫീൽ ചെയ്തിട്ട് പോകണം. അതിനെ ഫീൽ ചെയ്ത് പോകണം. ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഘട്ടമാണ് സറണ്ടറിങ് എന്ന് പറയുന്നത്. സറണ്ടർ ചെയ്യാന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓർക്കം വരുന്നുണ്ട് അല്ലേ? എല്ലാരും പോയോ? ഇല്ല സാർ, അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നല്ല ക്ലാസ്, സൂപ്പർ. ഞാൻ ഒറ്റക്കാണ് പറയണത്, മറ്റവിടെ ഉണ്ട്. സൂപ്പർ ക്ലാസ് സർ. ഞങ്ങൾക്കുണ്ടല്ലോ. ഉണ്ട് ഇവിടെ. കുറെ കാലത്തിന് ശേഷം സാറിന്റെ നല്ലൊരു ക്ലാസ് കേട്ടു. അപ്പൊ ഇത് ഏതോ ഒന്നും എങ്ങനെ ആയിട്ടില്ല. ഇടയ്ക്ക് ക്ലാസ് എടുത്തു എങ്ങനെ നല്ല ക്ലാസ് ഇടയ്ക്ക് ഇട്ടുകൊടുക്കും. എന്നാലേ മെഡിറ്റേഷന് രാവിലെ വരുള്ളൂ. മെഡിറ്റേഷൻ രാവിലെ വരുള്ളൂ. സെമിനാർ രാവിലെ 5 മണിക്ക് തന്നെ ഗ്രൂപ്പ് കയറി വെക്കണം. അതാണ് എല്ലാരും ഞാനിലേക്ക് വരുത്താനുള്ള പരിപാടി അല്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും എനർജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തീരണം എന്നുണ്ടെങ്കിൽ
കുറച്ചൊന്ന് നമ്മൾ കയറേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടത്, പഠിച്ചാൽ പോരാ, പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിപ്ലോമയിൽ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോരും. ഫസ്റ്റ് സ്റ്റേജാണ് ഡിപ്ലോമ, അത് അടിത്തറ പാകുന്നതാണ്. ആ അടിത്തറ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ളതിലേക്ക് ഇങ്ങനെ വരണം. അപ്പൊ അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ ആദ്യത്തെ ശരീരത്തെ ശുദ്ധീകരിക്കുക അല്ലെ. എന്താ ശരീരത്തെ എങ്ങനെ ശുദ്ധീകരിക്കല്? ഞാൻ മറന്നു, പറയ്. ഞാൻ ശരീരത്തെ ശുദ്ധീകരിക്കുക വാട്ടർ പാസ്. വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളത്. വാട്ടർ ഫാസ്റ്റിംഗ്. മനസ്സിനെങ്ങനെ ശുദ്ധീകരിക്കുക? മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രോസസ് എന്ന് പറയും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. വെറുതെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനൊന്നും ഇങ്ങനെ കണ്ടാൽ മതി. മനസ്സിലേക്ക് നമ്മളിങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ലോകം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഒന്നുമില്ലായ്മയില് നമ്മൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു, എന്താണ്, ഇനി എന്താവും, എന്തായിരിക്കും എന്നുള്ള ചിന്ത ഉണ്ടായാൽ ബാക്കിയെല്ലാം ശരിയാണ്. അതോടുകൂടി എല്ലാം തീരും. എല്ലാ ഈഗോ, അതുപോലെ തന്നെ ദേഷ്യം, അതുപോലെ തന്നെ സങ്കടം, അതുപോലെ തന്നെ പരാതികൾ പറയുന്നത്, മറ്റുള്ള പരാതികൾ എല്ലാം തീരും. എല്ലാം അതോടുകൂടി പറഞ്ഞത് ഒന്നുകൂടി പറയോ? ഏതാ ചിന്തിക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ്, എവിടുന്ന് വന്നു, അത് ആ ഒരു ഇത് വേർഡ് ഒന്നുകൂടി പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ വരുന്നല്ലേ. നാം ആരാണ്, നാം എവിടുന്നാ വന്നത്, ഇനി എന്താണ് നമ്മളുടെ നിയോഗം, എന്താണ് ഈ ഭൂമിയിൽ, നമ്മൾ എന്താണ് ആയിത്തീരുന്നത്, ഇനി എന്തായിത്തീരും, അവസാനം നമ്മൾ എന്തായിത്തീരും, ഞാൻ ആരാണ് എന്നറിയണം, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് എന്റെ ഡ്യൂട്ടി, ഇവിടെ വന്നാൽ എനിക്കുള്ള ഡ്യൂട്ടി എന്താ. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഇല്ലാതെ ഇവിടെ ഒരാളും വരൂലല്ലോ. ഒരു ഡ്യൂട്ടി ഉണ്ടാവും. ആ ഡ്യൂട്ടി എന്താണ്, അത് എത്രത്തോളം ഞാൻ പൂർത്തീകരിച്ചു, ഇനി എന്തായിത്തീരും, ഇനി ഞാൻ എന്താവും, അവസാനം എന്തായിരിക്കും എന്റെ അവസ്ഥ. എല്ലാത്തിനും ഒരു 5 ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഒരു 5 ഘട്ടങ്ങൾ ഉണ്ടാവും. പ്രപഞ്ചം എന്ന് പറയുന്ന 5 ഘട്ടങ്ങളാണ് പഞ്ചഭൂതം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ തട്ടുകളും 5 തട്ടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടിയിലേക്ക്, ഭൂമിന്റെ അടിയിലേക്കും മുകളിൽ നിന്ന് ഇങ്ങോട്ടും. നമ്മൾ ലെയർ പൾസ് ഡയഗ്നോസിസ് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ. പൾസ് ഡയഗ്നോസിസ് എത്ര രീതിയിലുള്ള പൾസ് ഡയഗ്നോസിസ് നമ്മൾ പഠിച്ചു. ലെയർ പൾസ് ഡയഗ്നോസിസ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പാൽപേഷൻ പൾസ് ഡയഗ്നോസിസ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്, എലമെന്റ് പൾസ് ഡയഗ്നോസിസ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്ത ആളുകളുണ്ടാവും. ഒക്കെ പുതിയ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് വന്നാൽ അതൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് പോകാൻ പറ്റും. ലെയർ പൾസ് ഡയഗ്നോസിസ് മെത്തേഡ്, പാൽപേഷൻ പൾസ് ഡയഗ്നോസിസ് മെത്തേഡ്, അതുപോലെ തന്നെ പിന്നെ എലമെന്റ് പൾസ് ഡയഗ്നോസിസ് മെത്തേഡ്, അതായത് സൂപ്പർവിഷൻ ഡീപ്പ് പൾസ് ഡയഗ്നോസിസ് മെത്തേഡ്, പിന്നെ ക്യാരക്ടർ പൾസ് ഡയഗ്നോസിസ് മെത്തേഡ്. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് എന്താ നമ്മുടെ സ്വഭാവം, എന്താണ് നമ്മുടെ സ്വഭാവം, ഇവിടെ നെഗറ്റീവും പോസിറ്റീവും വന്ന കാര്യങ്ങൾ. അപ്പൊ നെഗറ്റീവിനെ ഒഴിവാക്കി പോസിറ്റീവായ പിന്നെ അവിടെ എന്തില്ല, ഒരു രോഗമില്ല. അവന് ഏറ്റവും സ്വസ്ഥതയിലേക്ക് വരുന്ന അവസ്ഥയാണ്. അവൻ ഏറ്റവും എന്താണ് പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ആ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയെ കണ്ടാൽ തന്നെ രോഗം മാറുന്ന അവസ്ഥ. അതാണ് ഇന്ത്യൻ അക്യുപങ്ക്ചറിന്റെ പിതാവ്. അദ്ദേഹത്തെ ഒന്ന് ഇങ്ങനെ കണ്ടാൽ ഫീൽ ചെയ്യുന്ന അവസ്ഥ. നമുക്ക് അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ആ 3ാമത്തെ സ്റ്റേജിന്റെ ആ 2-3 പടി ഇങ്ങനെ കയറിയാൽ മതി. ആ കയറിയാൽ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന രോഗം താനെ രോഗം മാറി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലൂടെ രോഗം മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും പേഷ്യന്റ് നെഗറ്റീവായിട്ടുള്ള അവരുടെ നെഗറ്റീവുകളൊക്കെ അവിടെ വന്നിട്ട് എരിഞ്ഞടങ്ങണം. നമ്മളെ അടുത്ത് വരുന്നവർ കൂടി അവരുടെ നെഗറ്റീവുകളെ എരിഞ്ഞടങ്ങി ഇല്ലാതായിത്തീരണം, സ്വയം ഇല്ലാതായിത്തീരണം. കർശനമായ നിർദ്ദേശങ്ങളിലൂടെയല്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ആളുകളും ചെയ്യുന്നുണ്ട്. കർശനമായ നിർദ്ദേശങ്ങളിലൂടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെയാണ് രോഗികൾ എന്ത് ചെയ്യുന്നത്. ഡോക്ടർ ബഷീർ റഹ്മാൻ സാർ അതല്ല ചെയ്യുന്നത്. വളരെ കർശനമായിട്ടുള്ള പിടുത്തം നമുക്ക് വേണ്ട. നമ്മൾ പറയുന്നത് അയ്യോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുക, ക്ഷണം തോന്നി വിശ്രമിക്കുക, രാത്രി 9 മണിക്ക് കിടക്കുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് കർശനാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ലാസ്റ്റ് ഇതും പറയും, ഇതും നിങ്ങൾ പറയണ്ടെന്നാ പറയാം. ഒന്നും അവരോട് പറയണ്ട, നിങ്ങളൊന്നും പറയണ്ട. അവർ പറയുന്നത് കേൾക്കുക, ചിരിച്ച് കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സുഖമാകും എന്നുള്ളൊരു വാക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത്. അത് അത്രയും പവർഫുൾ ആകുമ്പോഴേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അവർ മാക്സിമം അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ തന്നെ റിസൾട്ട് ആവുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ്
ഇതിന്റെ ബാക്കിയായിട്ട് കുറച്ച് ദിവസം കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ശനി ഞായർ തിങ്കള് ഒക്കെ തിങ്കളും ചൊവ്വയും ബുധനും ഒക്കെ ആയി കഴിഞ്ഞാല് ബുധൻ വ്യാഴം വെള്ളി വരെ ഞാൻ രാത്രിക്കത്തെ സമയം എങ്ങനെയായാലും ഭയങ്കര റഷായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. ട്രീറ്റ്മെന്റും മറ്റുള്ള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേനും ബുദ്ധിമുട്ടാവും. എങ്ങനെയായാലും ശ്രമിച്ചാൽ കൂടൂല. വെള്ളിയാഴ്ച ആകുമ്പോൾ എനിക്ക് ഒഴിവുള്ള ദിവസം ആകുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ കൂടാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ കൂടാം. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏകദേശം ആളുകളൊക്കെ ഇറങ്ങിപ്പോയി. ഇൻഷാല്ലാ നമുക്ക് ഇറങ്ങാം. കിടക്കാൻ ഇനി ആകെ വരുന്നത് 6 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എനിക്ക് നിർബന്ധമായിട്ട് 10 മണിക്ക് ഉറങ്ങിയിരിക്കണം, കിടന്നിരിക്കണം, നിർബന്ധം. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇതുവരെ ഇരുന്നതിനും കേട്ടതിനും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനും അതുപോലെ നല്ല അറിവുകൾ, അതായത് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുകയും അത് ലഭിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, പറ്റുന്ന ആളുകൾ മുഴുവനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പായസം ചലഞ്ചിൽ ചേർന്നുകൊണ്ട് അതിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്നും കൂടി അദ്ദേഹത്തിക്കാണ്. ഇൻഷാ അല്ലാഹ് ഒരു 100 ലിറ്ററെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെടുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ പിന്നെന്താണ്, ഈ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്നും കൂടി ചെയ്തിട്ട് കുറച്ചൊരു 100 ആക്കാൻ നമുക്ക് ഇരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരൊറ്റ പോയിന്റിൽ കുത്തിയിട്ട് ഏതെങ്കിലും ഒരാളുടെ രോഗം ഒന്ന് മാറിയാൽ അൽഹംദുലില്ലാഹ് ഈ ഭൂമിയുടെ സകലതും കിട്ടുന്നതിനേക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരൊറ്റ ആളുടെ രോഗം ആരെക്കൊണ്ടെങ്കിലും, ഇപ്പൊ ഈ വരാത്ത ആളുകൾ ആരെങ്കിലും ഇത് ഇനി അടുത്ത ക്ലാസ്സിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ അവനൊരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ അവർ മുഖേന ആർക്കും കിട്ടിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും അറിയിച്ചു കൊടുക്കും, എല്ലാവർക്കും കിട്ടും, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നത്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇറങ്ങിക്കോട്ടെ. താങ്ക് യു സാർ. ഓക്കെ, ഗ്രൂപ്പിലൊക്കെ വിവരങ്ങളൊക്കെ നന്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കുക. ഗ്രൂപ്പിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കമന്റ് ഉണ്ടെങ്കിൽ മാത്രം ഇടാൻ. അടിപൊളി ക്ലാസ് ആയി. ഓക്കെ, അടിപൊളി ക്ലാസ്. ഓക്കെ, താങ്ക് യു. നല്ല ഉപകാരപ്രദമായ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഒരിക്കലും പ്രതീക്ഷയില്ല. ആളുകളെ ഫസ്റ്റ് ഒക്കെ വരുന്ന കണ്ടപ്പോ 1-2 ആൾക്കാരായിരുന്നു 8 മണി ആകുന്നത് വരെ. വളരെ സങ്കടം തോന്നിയിരുന്നു. പക്ഷെ വളരെയധികം സന്തോഷമായി. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നന്നായി കിട്ടി ഞങ്ങൾക്ക്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനിയും കൂടുതൽ ഉണ്ടാവും. എന്നും വന്നോണ്ടി. ഇൻഷാ അല്ലാഹ് നാളെ വരണം. സാർ ഭയങ്കര സന്തോഷായി. കാരണം ഞാൻ ഒരു 8:20 ആയപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ കണ്ടത് തന്നെ. കേറിയ ഭയങ്കര അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷായി. നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്യിച്ച സൂമിലൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. പഠിച്ചോന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഞാൻ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല, എനിക്കൊന്നുമില്ല, ഒന്നും അറിയാത്തവനാണ്. അതുകൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിച്ച ഉദ്ദേശിച്ച നമ്മൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.